ഇന്ദിരാ ഗ്യാരണ്ടിയിലൂടെ സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ച അതേ സർക്കാരിൽ നിന്നും സ്ത്രീകൾക്ക് അധിക്ഷേപം കേൾക്കേണ്ടി വരുന്നു. ഇന്ദിരാ ഗ്യാരണ്ടി വക ഫ്രീ അധിക്ഷേപം. എന്താണ് ഗതാഗത മന്ത്രി ധരിച്ചു വെച്ചിരിക്കുന്നത്? സർക്കാർ തീരുമാനത്തിലൂടെ ലഭിച്ച സൗജന്യ യാത്ര സ്ത്രീകളുടെ അവകാശമല്ലേ? അങ്ങനെ യാത്ര ചെയ്യുന്ന സ്ത്രീകളെ KSRTC ബസ്സുകളിലേക്ക് തള്ളിക്കയറുന്നുവെന്ന് അധിക്ഷേപിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? കേരളത്തിലെ സ്ത്രീകൾ UDF-നോടോ ഈ സർക്കാരിനോടോ സൗജന്യ യാത്ര ആവശ്യപ്പെട്ടിരുന്നു. നിങ്ങളല്ലേ വോട്ട് നേടാൻ വലിയ സൗജന്യം പ്രഖ്യാപിച്ചത്? യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതൃത്വവും ആദ്യം അവരെ പറ്റിച്ചു. KSRTC ബസ്സുകളിലാകെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ച ശേഷം ഭരണം ലഭിച്ചപ്പോൾ അതിൽ നിന്നും പിന്മാറി. എന്നിട്ടും കേരളം അത് സ്വാഗതം ചെയ്തു. ഉള്ളതാവട്ടെ, ഓർഡിനറിയിലെങ്കിൽ ഓർഡിനറിയിൽ. മോഹന വാഗ്ദാനം നൽകി പറ്റിച്ച സർക്കാരിലെ ഗതാഗത മന്ത്രിയാകട്ടെ ഇപ്പോഴിതാ സ്ത്രീകളെ അധിക്ഷേപിക്കുകയും ചെയ്തിരിക്കുന്നു. ജോലിയും കൂലിയുമുള്ള സ്ത്രീകൾ ഓർഡിനറി ബസ്സുകളിലേക്ക് സൗജന്യ യാത്രയ്ക്കായി തള്ളിക്കയറുന്നു. ഗതാഗത മന്ത്രി കേരളത്തിലെ സ്ത്രീകളിൽ കാണുന്ന കുറ്റം ഇതാണ്. ഒട്ടും പ്രായോഗികമല്ലാത്ത പദ്ധതി തലയിൽ കെട്ടിവെച്ചതിൻ്റെ നിരാശ സ്ത്രീകളെ അധിക്ഷേപിച്ചല്ല തീർക്കേണ്ടത്. ഇത്തരത്തിൽ സ്ത്രീകളെ അധിക്ഷേപിച്ച CP ജോണിന് ഗതാഗത മന്ത്രിയായി തുടരാൻ അർഹതയുണ്ടോ? അദ്ദേഹത്തിൻ്റെ അധിക്ഷേപ പരാമർശത്തെ ന്യായീകരിക്കാനോ മന്ത്രിക്ക് പിന്തുണ നൽകാനോ ഒരാളുമില്ല. താനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പലപ്പോഴും അദ്ദേഹത്തെ തന്നെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾക്ക് കാണാം. വലതുപക്ഷത്തിന് ഇടതു ഛായ പകരാൻ ശ്രമിക്കുന്ന എക്സ് കമ്മ്യൂണിസ്റ്റിൻ്റെ ദയനീയ മുഖമാണ് CP ജോണിന്. സ്ത്രീകളെ അധിക്ഷേപിച്ച മന്ത്രി CP ജോൺ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തെയും പൊതുജന ആരോഗ്യത്തെയും അതേ മട്ടിൽ തന്നെ വിലയിടിച്ചു കാണുകയും ചെയ്തു. അധികാരത്തിലേറിയ നാൾ മുതൽ തന്നെ ദിശ തെറ്റിയുള്ള പോക്കാണ് ഈ സർക്കാരിൻ്റേത്. കേരളം പ്രളയസമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. മുഖ്യമന്ത്രിയും സർക്കാരും ഏതുവിധമാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു തരത്തിലും സംഭവിക്കാൻ പാടില്ലാത്ത ചില പ്രവർത്തികളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഈ ദിനങ്ങളിൽ ഉണ്ടായത്. ഈ ഘട്ടത്തിലാണ് മന്ത്രിസഭയിലെ മറ്റൊരു മുതിർന്ന അംഗം ഗതാഗത മന്ത്രി CP ജോൺ കേരളത്തിലെ സ്ത്രീകളെ സർക്കാർ തന്നെ നൽകിയൊരു ആനുകൂല്യം പറ്റുന്നതിൻ്റെ പേരിൽ അധിക്ഷേപിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഓർക്കുക, സൗജന്യ യാത്ര നിങ്ങളുടെ ഔദാര്യമല്ല. മന്ത്രിമാരെ, കൊടിവെച്ച കാറിൽ നിങ്ങൾ നടത്തുന്ന സൗജന്യ യാത്രയുടെ അതേ അവകാശമാണ് ഈ യാത്രയിൽ സ്ത്രീകൾക്കുമുള്ളത്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് മനീഷ രാധാകൃഷ്ണൻ DYF, ജോർജ് പൊടിപ്പാറ മാധ്യമപ്രവർത്തകൻ, ഡോക്ടർ പ്രേംകുമാർ ഇടതു നിരീക്ഷകൻ. ഈ ചർച്ചയിലേക്ക് വരും മുമ്പ് ഇന്ന് വലിയ ചർച്ചയ്ക്കും വലിയ വിമർശനത്തിനും വിധേയമായ ഗതാഗത മന്ത്രിയുടെ ആ വാക്കുകൾ അല്പമൊന്ന് കേൾക്കാം, കാണാം. ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ് അല്ലേ? ഗവൺമെൻറ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. എന്നാൽ ആശുപത്രിയുടെ കാര്യം വരുമ്പോഴോ, ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെൻറ് ആശുപത്രി. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറുന്നു. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. അസുഖം വന്നാൽ പ്രൈവറ്റ് ആശുപത്രി പോകാൻ പേടിയാണ്, കാരണം അവിടെ കൊടുക്കാൻ പൈസയില്ല. ഇതാണ് ഗതാഗത മന്ത്രി ഇന്ന് പറഞ്ഞത്. എല്ലാ ഇടങ്ങളിൽ നിന്നും വലിയ വിമർശനം വന്നതിനെ തുടർന്നൊക്കെ അദ്ദേഹത്തിന് അല്പം മയപ്പെടുത്താനുള്ള ഒരു അദ്ദേഹം നിർബന്ധിതനായി എന്നതും നമ്മൾ പിന്നാലെ കണ്ടു. അഡ്വക്കേറ്റ് മനീഷ, ഇതേ സ്ത്രീ, അതാണ് അദ്ദേഹം ആ സ്ത്രീയെക്കുറിച്ച് പറയുന്നത്. ഇതേ സ്ത്രീ അതായത് KSRTCയിൽ മന്ത്രിയും സർക്കാരും കൊടുത്ത സൗജന്യ യാത്ര പറ്റുന്ന ഇതേ സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്ത്രീകളുടെ ഈ സൗജന്യ യാത്ര അവകാശം വിനിയോഗിക്കുന്ന സ്ത്രീകളെക്കുറിച്ചുള്ള എന്താണ് ഒരു അഭിപ്രായം ഗതാഗത മന്ത്രി പങ്കുവച്ചത്. നന്നായി ശ്രദ്ധിച്ചു കാണുമല്ലോ അല്ലേ? അതെ, യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിലെ ജനങ്ങൾ വളരെ അത്ഭുതത്തോടു കൂടിയിട്ടാണ് ഈ വാർത്ത കണ്ടിട്ടുണ്ടാവുക എന്നാണ് ഞാൻ കരുതുന്നത്. കേരളത്തിൻ്റെ ഗതാഗത വകുപ്പിൻ്റെ ചുമതലയുള്ളൊരു മന്ത്രി കേരളത്തിലെ UDF-നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അധികാരത്തിലെത്തിച്ച കേരളത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകളോട്, അല്ലെങ്കിൽ ആയിരക്കണക്കിന് പെൺകുട്ടികൾ, അമ്മമാർ, അവരുടെയൊക്കെ കരണത്തടിക്കുന്ന അങ്ങേറ്റം പ്രതിഷേധകരമായിട്ടുള്ള, അങ്ങേറ്റം വിമർശനകരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് യഥാർത്ഥത്തിൽ അത്ഭുതം തോന്നി. ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഞങ്ങളുടെ പാർട്ടിയുടെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് P രാജീവ് ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് കേരളത്തിലെ സ്ത്രീകളോട്, ഉറങ്ങിക്കിടന്നിരുന്ന സ്ത്രീകളോട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കൂ, നിങ്ങൾക്ക് സദ്യ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്
അവര് കസേരക്കരികിൽ വന്നിരുന്നപ്പോൾ അവരുടെ മുഖത്ത് നോക്കി കാർക്കിച്ച് തുപ്പുന്നൊരു ഭരണകൂടവും ആ ഭരണകൂടത്തിന്റെ പ്രതിനിധികളെയാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ മന്ത്രി നമ്മുടെയൊക്കെ മുമ്പിൽ സത്യപ്രതിജ്ഞാ വേളയിൽ അവകാശപ്പെട്ടത് ഇന്ത്യയിലെ തന്നെ ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ. എനിക്ക് അക്ഷരാർത്ഥത്തിൽ ഓർമ്മ വന്നത് കേരളത്തിലെ ഒരു കാലത്ത് ഈ മുറ്റമടിക്കുന്ന സ്ത്രീകളെ, പണിയെടുക്കുന്ന സ്ത്രീകളെയൊക്കെ നോക്കി കുംഭ ഉലക്കിച്ചിരിക്കുന്ന ഒരു വരേണ്യവർഗം, മാടമ്പിമാരുടെ ഒരു കൂട്ടം ഒരു കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നു. ആ മാടമ്പിക്കൂട്ടത്തെ, ആ വരേണ്യവർഗത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു മന്ത്രിയായാണ് എനിക്ക് ഈ മന്ത്രിയെ ഇന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. നോക്കൂ, കേരളത്തിലെ സ്ത്രീകൾ നല്ല അന്തസ്സോടെ പണിയെടുത്ത് അവരുടെ കുടുംബം പുലർത്തുന്ന സ്ത്രീകളാണ്. അഭിമാനികളാണ് കേരളത്തിലെ സ്ത്രീകൾ, വിദ്യാസമ്പന്നരാണ് കേരളത്തിലെ സ്ത്രീകൾ. അവരാരും ഇവിടുത്തെ ഒരു മുന്നണിയോടും പോയിട്ട് ഞങ്ങൾക്ക് കേരളത്തിൽ ഫ്രീ ആയി സഞ്ചരിക്കാൻ, ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആയി ലഭിക്കണം എന്നൊരു റിക്വസ്റ്റ് നടത്തിയിട്ടില്ല. ആരുടെയും കാല് പിടിക്കാൻ ചെന്നിട്ടുമില്ല. ഇവിടെ UDF അവർ തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന വേളയിൽ അവർ മുന്നോട്ട് വെച്ച, അവരുടെ മാനിഫെസ്റ്റോയിൽ അവർ മുന്നോട്ട് വെച്ച ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്ത്രീകൾക്ക് കേരളത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ സൗജന്യമായി സഞ്ചരിക്കാം എന്നുള്ളതായിരുന്നു. ഇത് കേരളത്തിലെ സ്ത്രീകൾ ആരോടും ആവശ്യപ്പെട്ടതല്ല. കേരളത്തിലെ UDF നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ കേരളത്തിലെ സ്ത്രീകളുടെ വോട്ട് അവർക്ക് ആവശ്യമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു വാഗ്ദാനം അവർ മുന്നോട്ട് വെച്ചു. ഏതായാലും കേരളത്തിലെ UDF അധികാരത്തിൽ വന്നു. ഇപ്പോൾ 70 ദിവസം കഴിഞ്ഞു, ദിവസങ്ങൾ പിന്നിടുകയാണ്. ഇപ്പോൾ അവരെന്താ അവർ കൊണ്ടുവന്ന ആ പ്രകടന പത്രികയുടെ വാഗ്ദാനത്തിൽ പോലും ഒരു വെള്ളം ചേർത്തിട്ടാണ് അവരത് നടപ്പാക്കിയത് നമുക്കെല്ലാം കാണാം. കാരണം എന്താണ്? അവർ ആദ്യം കേരളത്തിലെ മുഴുവൻ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറഞ്ഞു. പിന്നീട് ചില ഓർഡിനറി ബസ്സുകൾ മാത്രമാക്കി മാറ്റി. പിന്നീട് ചില ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റി. അപ്പോൾ വിരലിലുണ്ടാവുന്ന ബസ്സുകളിൽ മാത്രമാണ് ഇപ്പോൾ സ്ത്രീകൾക്ക് ഇങ്ങനെ സൗജന്യമായി യാത്ര ചെയ്യാൻ കഴിയുന്നത്. ഏതായാലും സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു അവകാശം സർക്കാർ നൽകിയപ്പോൾ സ്വാഭാവികമായും സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യുന്നത് ഏതെങ്കിലും രീതിയിൽ സ്ത്രീകളുടെ മുന്നേറ്റത്തിന് സഹായകരമാകുന്ന ഒരു കാര്യമാണെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലെ, ഒരു മന്ത്രി എന്നുള്ള നിലയിൽ, ഒരു സർക്കാരിനെ പ്രതിദാനം ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ സ്വാഭാവികമായി അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ സ്ത്രീകൾ ഈ അവകാശം അവർ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ അതേ മന്ത്രി ഈ നാട്ടിലെ സ്ത്രീകളെ നോക്കി പറയുന്നത് എന്താണ്? എവിടെയെങ്കിലും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഒരു അവസരം ഉണ്ടെന്ന് കരുതിയാൽ ഫ്രീ ആയിട്ടുള്ള ബസ്സുകളിലൊക്കെ സ്ത്രീകൾ തള്ളിക്കയറുകയാണെന്ന് പറഞ്ഞത്. തള്ളിക്കയറുകയാണ് എന്നാണ് പറഞ്ഞത്. എത്രത്തോളം അപമാനകരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണെന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് കേരളത്തിലെ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പദ്ധതിയെക്കുറിച്ച് സ്ത്രീകളോട് പറഞ്ഞത്? ഇത് അഭിമാനമാണ്, ഇത് സ്ത്രീകളുടെ അഭിമാനമാണ് എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇതൊരു ഔദാര്യമല്ല, ഇത് നിങ്ങളുടെ അവകാശമാണ് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം സ്ത്രീകളോട് ഒരു കാര്യം കൂടി പറഞ്ഞു, ഇനി നിങ്ങൾക്ക് എവിടെയെങ്കിലും തീർത്ഥാടനത്തിന് പോകണമോ, നിങ്ങൾക്ക് ഫ്രീ ആയി പോകാം, നിങ്ങൾക്ക് സൗജന്യമായി പോകാം. അങ്ങനെ ഒരു പദ്ധതിയാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എവിടെയെങ്കിലും ടൂർ പോകണോ, നിങ്ങൾക്ക് സൗജന്യമായി പോകാം. നിങ്ങൾക്ക് അമ്പലത്തിൽ പോകണോ, നിങ്ങൾക്ക് സൗജന്യമായി പോകാം. ഇത് നിങ്ങളുടെ പദ്ധതിയാ, ഇത് അഭിമാനകരമായ പദ്ധതിയാ. ഈ പദ്ധതിക്ക് പ്രായത്തിന്റെ പരിഗണനകളില്ല. ഈ പദ്ധതിക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരാളുടെ ബാക്ക്ഗ്രൗണ്ട് പരിഗണിച്ചുകൊണ്ടല്ല ഞങ്ങൾ, അതൊരു മാനദണ്ഡമായി ഞങ്ങൾ എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ഈ സർക്കാരിന് സ്ത്രീകളോടുള്ള നിലപാട് വ്യക്തമാക്കുന്ന സമീപനം ഉണ്ടായില്ലേ? നോക്കൂ, സ്ത്രീകൾക്കായി ലഭിച്ചിരുന്ന 1000 രൂപ പെൻഷൻ ഇവിടെ മഞ്ഞക്കാർഡും ഇവിടെ പിങ്ക് കാർഡും ഹോൾഡ് ചെയ്തിരുന്ന സ്ത്രീകൾക്ക് ആ 1000 രൂപയുടെ പെൻഷൻ ഈ സർക്കാർ ആദ്യം തന്നെ വെട്ടിക്കുറച്ചില്ലേ? ഇപ്പൊ രണ്ടാമതായി ഇതേ ഗതാഗത വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി തന്നെ സ്ത്രീകളുടെ മുഖത്ത് നോക്കി പറയാണ് ഫ്രീ ആയിട്ട് കിട്ടുന്ന പദ്ധതിയിലേക്ക് സ്ത്രീകൾ തള്ളിക്കയറുകയാണെന്ന്. അങ്ങനെ എന്തെങ്കിലും സൗജന്യമായി കിട്ടുമെന്ന് കണ്ടാൽ അവിടെയൊക്കെ തള്ളിക്കയറുന്നവരല്ല സ്ത്രീകൾ എന്ന് ഈ മന്ത്രി അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നോക്കൂ, മന്ത്രി ഒരു പ്രസ്താവന മാത്രമല്ല നടത്തിയത്. രണ്ടാമത് മന്ത്രി ഒരു കാര്യം കൂടി പറഞ്ഞു. കേരളത്തില് സ്വകാര്യ സ്കൂളുകളിൽ വിട്ട് പഠിപ്പിക്കുന്ന മക്കളെ സ്വകാര്യ സ്കൂളുകളിൽ വിട്ട് പഠിപ്പിക്കുന്ന സ്ത്രീകളാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നും അവര് നമ്മുടെ സർക്കാർ ആശുപത്രികളുടെ വരാന്തയിൽ പോയി കിടക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അങ്ങേയറ്റം അപമാനകരമായ പ്രതിഷേധാത്മകമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ അദ്ദേഹം പറഞ്ഞത്? കേരളത്തിലെ ഏത് സ്ത്രീക്കാണ് ഇത് കേട്ടു നിൽക്കാൻ കഴിയുക? ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലെ സ്ത്രീകൾ അഭിമാനികളാണ് എന്ന്. അതായത് കേരളത്തിലെ സർക്കാരിന്റെ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് പോകുന്നത് എന്തോ ഒരു മോശം കാര്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്, കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ നിന്നാണ് നിങ്ങൾ ചികിത്സ നേടേണ്ടത് എന്ന്. അത് മറ്റെന്തെങ്കിലും താല്പര്യത്തിന്റെ പുറത്ത് അദ്ദേഹം പറഞ്ഞതാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ പോകുന്നത് വലിയൊരു മോശം കാര്യമാണ് എന്ന് സർക്കാരിന്റെ പ്രതിനിധി തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് ഒരു മടിയുമില്ലാതെ വിളിച്ചു പറയാൻ തയ്യാറായിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ സർക്കാർ പറഞ്ഞു വെക്കുന്നത്, ഈ സർക്കാർ ജനങ്ങൾക്കായി നൽകുന്ന അവകാശങ്ങൾ അത് ഈ നാട്ടിലെ ടാക്സ് അടയ്ക്കുന്ന, നികുതി അടയ്ക്കുന്ന മനുഷ്യരുടെ അവകാശമല്ല, അതെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഔദാര്യമാണ് എന്നാണ് ഈ സർക്കാർ പറഞ്ഞു വരുന്നത്.
നമ്മളിതിനു മുമ്പ് 10 വർഷക്കാലം ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചത് നമ്മൾ കണ്ടതാണ്. എങ്ങനെയാണ് സ്ത്രീകളോട് ആ സർക്കാർ എടുത്ത സമീപനം എന്നെല്ലാം നമ്മൾ കണ്ടതാണ്. അത് നമ്മുടെ ഇപ്പോഴത്തെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല എന്ന് മാത്രമേ മനീഷ പറഞ്ഞതുപോലെ ചില താരതമ്യങ്ങളൊക്കെ സ്വാഭാവികമായി ചർച്ചയിൽ കടന്നു വരികയും ചെയ്യും. ഏതായാലും ഇതിലുള്ള ഒരു വലിയ വിമർശനവും വലിയ പ്രതിഷേധവുമാണ് തുടക്കത്തിൽ ഇപ്പോൾ അഡ്വക്കേറ്റ് മനീഷ ഇതുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്, പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഞാൻ ശ്രീ പൊടിപ്പാറയിലേക്ക് വരികയാണ്. ശ്രീ പൊടിപ്പാറ, അതിനു മുമ്പ് ഈ പദ്ധതി UDFൻ്റെ ഒരു അഭിമാന പദ്ധതി അത് ഓർഡിനറിയിൽ മാത്രമായിട്ടാണ് സർക്കാർ നടപ്പാക്കിയത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് സമ്പൂർണ്ണമായ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് KSRTCയിൽ എന്നുള്ളതായിരുന്നു. പിന്നീട് അത് മാറ്റി അത് ഓർഡിനറി സൗജന്യം എന്നുള്ളതിലേക്ക് മാറുകയുണ്ടായി. അന്ന് ആ കാലത്ത് മന്ത്രി പറഞ്ഞതും ആ സമയത്ത് മന്ത്രി പറഞ്ഞതും ഇപ്പോൾ ഒരു 2 മാസത്തേക്ക് മാസങ്ങളുടെ ഒരു അനുഭവത്തിൽ നിന്ന് മന്ത്രി പിന്നെ പറഞ്ഞതും നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കൊന്ന് കണ്ടിട്ട് ഞാൻ താങ്കളിലേക്ക് വരാം. ഇത് സ്ത്രീ സമത്വത്തിൻ്റെ, സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഐതിഹാസികമായ മാതൃകയാണ്. ഇതിൽ APLO BPLO ഇല്ല, അന്യ സംസ്ഥാനക്കാരോ സ്വന്തം സംസ്ഥാനക്കാരോ ഇല്ല, പ്രായമുള്ളവരോ ചെറുപ്പക്കാരോ ഇല്ല. ഒരു വ്യത്യാസവുമില്ലാതെ ഏതൊരു സ്ത്രീക്കും ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഇല്ലാതെ യാതൊരു തരത്തിലുള്ള മുന്നൊരുക്കങ്ങളുമില്ലാതെ ധൈര്യമായി സ്വന്തം വീട്ടിൽ കയറി ചെല്ലാവുന്ന സ്വാതന്ത്ര്യത്തോടുകൂടി ഇനി KSRTC ഓർഡിനറി ബസ്സിൽ കയറി ചെല്ലാം, അവർക്ക് ഇഷ്ടമുള്ളിടത്ത് ഇറങ്ങാം. ഇതാണ് ഞങ്ങളുടെ വാഗ്ദാനം നിറവേറ്റിയതിൻ്റെ 1ാം ഘട്ടമെന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഇതുമായി സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ്, അല്ലേ? ഗവൺമെൻറ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. എന്നാൽ ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെൻറ് ആശുപത്രി. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. അസുഖം വന്നാൽ പ്രൈവറ്റ് ആശുപത്രി പോകാൻ പേടിയാണ്, കാരണം അവിടെ കൊടുക്കാൻ പൈസയില്ല. ശ്രീ പൊടിപ്പാറ, എന്തൊരു കാപട്യമാണിത്. ശരത്തെ, CP ജോണിന് സാധാരണഗതിയിൽ പറ്റാത്ത, അല്ലെങ്കിൽ CP ജോണിന്റെ ഭൗതിക നിലവാരത്തിലുള്ള അല്ലെങ്കിൽ പ്രത്യയശാസ്ത്ര നിലവാരത്തിലുള്ള ഒരു വ്യക്തിക്ക് സംഭവിക്കാൻ പാടില്ലാത്തൊരു പ്രമാദമാണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്ന് കരുതുന്ന ഒരാളാണ്. ആ രീതിയിലായിരുന്നില്ല അദ്ദേഹം സംസാരിക്കേണ്ടത്. കാരണം ആ രീതിയിലല്ല അദ്ദേഹം സംസാരിച്ചത്. തൊട്ടു മുമ്പ് താങ്കൾ കേൾപ്പിച്ചല്ലോ, ഇതൊരു ഔദാര്യമല്ല, ഇതൊരു അവകാശമാണ്. ഇത് ഈ ഗവൺമെന്റിന്റെ വലിയ വാഗ്ദാനത്തിന്റെ നിറവേറ്റലാണ്. സ്ത്രീകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള അവരുടെ വീട്ടിൽ കയറി ചെല്ലുന്ന അവകാശബോധത്തോടെ അവർക്ക് കേരളത്തിലെ KSRTC ഓർഡിനറി ബസ്സുകളിൽ ഏതിലും കയറാം, എവിടെയും പോകാം. അവിടെ അവരുടെ പ്രായം പ്രശ്നമല്ല, അവരുടെ വരുമാനം പ്രശ്നമല്ല, അവർക്ക് ഒരു രേഖയും ആവശ്യമില്ല. ബസ്സിൽ കയറുക, യാത്ര ചെയ്യുക, സൗജന്യം ആയിട്ട് അവർക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ആ വണ്ടി എത്തുന്നിടത്ത് വരെ പോവുക, അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അവരെത്തേണ്ട സ്ഥലത്ത് എത്തുക. ഇത് പറഞ്ഞ മന്ത്രിയാണ് ഇന്നിപ്പോ അത് പ്രൈവറ്റ് ബസ്സുകാരുടെ സംഘടനയുടെ ഏതൊരു യോഗത്തിലാണ് സംസാരിച്ചത്. സ്വാഭാവികമായിട്ടും അവിടെ വലിയ പ്രൈവറ്റ് ബസ്സുകൾ വലിയ പ്രതിഷേധത്തിലാണ്, അവരുടെ കഞ്ഞുകൂടി മുട്ടുകയാണ്, അവരുടെ വണ്ടികൾ വലിയ നഷ്ടത്തിലാണ്. അവർക്ക് ചില ആനുകൂല്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചു, ത്രൈമാസ നികുതി പകുതി കുറച്ചു കൊടുത്തെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രശ്നങ്ങളിലൂടെ തന്നെ കടന്നു പോവുകയാണ്. ഇവിടെ ഒരു പ്രശ്നമുള്ളത്, നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച DYFIയുടെ നേതാവ് മനീഷ പറഞ്ഞതുപോലെ, ഇതാരും ആവശ്യപ്പെട്ടിട്ട് അല്ലെങ്കിൽ UDFനോട് ആരെങ്കിലും നിർബന്ധിച്ച് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോട് ഏതെങ്കിലും സ്ത്രീ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ട് നടപ്പാക്കിയൊരു സംഗതിയല്ല. ഒരു തെരഞ്ഞെടുപ്പിന്റെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ UDFും കോൺഗ്രസും മുന്നോട്ട് വെച്ച ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉൾപ്പെട്ട 5 വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പറയുന്ന KSRTCയിലെ സൗജന്യ യാത്ര. അവിടെ ശരത്ത് പറഞ്ഞതുപോലെ KSRTCയിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. സമ്പൂർണ്ണ സൗജന്യ യാത്ര, ഈ സമ്പൂർണ്ണ എന്നുള്ള വാക്കൊന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര അനുവദിക്കും എന്ന് പറഞ്ഞു. അത് പിന്നീട് ചില സാമ്പത്തിക യാഥാർത്ഥ്യം കൂടി കണക്കിലെടുക്കുമ്പോൾ സൂപ്പർ ഫാസ്റ്റിലും അതുപോലെ എക്സ്പ്രസിലും ഫാസ്റ്റിലും എല്ലാം ഒറ്റയടിക്ക് ഇത് നടപ്പാക്കിയാൽ അല്ലെങ്കിൽ തന്നെ വലിയ നഷ്ടത്തിൽ
സംസ്ഥാന ഖജനാവിൽ നിന്ന് പണമെടുത്ത് ശമ്പളവും അതുപോലെ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ ഒറ്റയടിക്ക് എല്ലാ സ്ത്രീകൾക്കും എല്ലാ ബസ്സിലും സൗജന്യം കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയാൽ അത് സാമ്പത്തികമായിട്ട് വളരെ ആത്മഹത്യാപരമായ ഒരു നടപടിയാവും എന്ന തിരിച്ചറിവിലാണ് ഇപ്പൊ പറഞ്ഞ പോലെ തുച്ഛമായ എന്ന മനീഷയുടെ വാക്കിനോടൊന്നും യോജിക്കുന്നില്ല. 5000-ലധികം സർവീസുകളിൽ 3000-ലേറെ സർവീസുകൾ ഓർഡിനറി ബസ്സുകളാണ്. സിറ്റി ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കുന്നതിലും കഥയൊന്നുമില്ല. അങ്ങനെയൊന്നും അതൊന്നും സംഭവിച്ചിട്ടില്ല. ധാരാളം ബസ്സുകൾ, ഏതാണ്ട് 3000-ലധികം ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭിക്കുന്നുണ്ട്. അവരത് നന്നായി പ്രയോജനപ്പെടുത്തുന്നുണ്ട് പല ജില്ലകളിലും. അത് നേരത്തെ മനീഷ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ. അതാണോ അപ്പോ മന്ത്രിയുടെ അസ്വസ്ഥതയ്ക്ക് കാരണം? സ്ത്രീകൾ അത് നന്നായി ആ കിട്ടിയ അവകാശത്തെ ഉപയോഗിക്കുന്നു എന്നതാണോ മന്ത്രിയുടെ അസ്വസ്ഥത? ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് സാധാരണഗതിയിൽ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള പ്രമാദം സംഭവിക്കാറില്ല. കുറെ കൂടി യാഥാർത്ഥ്യ ബോധത്തോടെ, കുറെ കൂടി എന്താ പറയാ, വസ്തുതകളെ കൃത്യമായി അപഗ്രഥിച്ചും അതിൻ്റെതായ മെറിറ്റിലാണ് സാധാരണ CP ജോൺ എന്ന് പറയുന്ന നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ മുമ്പുണ്ടായിരുന്ന കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികരിൽ ഒരാളെന്ന് ഞാൻ വിശ്വസിക്കുന്ന എന്റെ നല്ല സുഹൃത്തു കൂടിയായിട്ടുള്ള CP ജോൺ അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു നാക്കുപിഴ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. എത്ര ഉദ്ദേശശുദ്ധിയോടെയാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ കരുതുന്നുണ്ടോ? അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏതാണ്ട് 12 ലക്ഷത്തോളം സ്ത്രീകൾ ഇത് ഉപയോഗിച്ചു എന്നൊക്കെ അദ്ദേഹം കണക്കുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അന്നേരമൊക്കെ വളരെ സന്തോഷത്തോടെ അദ്ദേഹം തന്നെ പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്നത് പോലെ അല്ലെങ്കിൽ പലരും പറയുന്നത് പോലെ ഇതൊരു സൗജന്യം മാത്രമല്ല, ഇതിന് അതിൻ്റെതായ എന്താ പറയാ ഒരു ഡിവിഡൻഡ് കൂടി കിട്ടുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇവർക്ക് കിട്ടുന്ന പണം ഏറ്റവും താഴെത്തട്ടിലുള്ള സ്ത്രീകളാണ് കൂടുതലും ഇത് അനുഭവിക്കുന്നത്. അവർക്കൊരു മിച്ചം ഉണ്ടാവുന്നു. 2000-3000 രൂപ അവർക്ക് മിച്ചം വരുന്നു. ആ മിച്ചം വരുന്ന പണം അവരൊരു സമ്പാദ്യമായിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ലോക്കൽ മാർക്കറ്റിൽ അത് ചെലവഴിക്കുന്നു. അങ്ങനെ എക്കണോമിക് ആക്ടിവിറ്റി കൂടുന്നു. അതിലൂടെ ഇതൊരു കേവല സൗജന്യം ഔദാര്യം എന്നതിനപ്പുറത്ത് ഇതൊരു ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഏറ്റവും താഴെ തട്ടിലുള്ളവർക്ക് മാത്രമല്ല, നേരത്തെ ഇപ്പൊ 500 രൂപയ്ക്ക് 600 രൂപയ്ക്കൊക്കെ ടൗണിൽ പോയിട്ട് പലതരം ജോലി ചെയ്യുന്ന കടകളിലും അതുപോലെ തന്നെ വീടുകളിലൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ട്. വണ്ടിക്കൂലി 40-80 രൂപ അല്ലെങ്കിൽ 100 രൂപയൊക്കെ ചെലവ് വരുമ്പോൾ അവർ ചിലപ്പോൾ ആ ജോലിക്ക് പോകാൻ പഠിക്കും. ഇപ്പൊ വണ്ടിക്കൂലി ഇങ്ങനെ യാത്ര സൗജന്യമായതോടുകൂടി അവർ ഈ 400 രൂപയ്ക്കോ 500 രൂപയ്ക്കോ അവര് ടൗണുകളിൽ അല്ലെങ്കിൽ നഗരത്തിൽ പോയി ജോലി ചെയ്യാൻ തയ്യാറാകുന്നു. അങ്ങനെ വരുമ്പോൾ കൂടുതൽ സ്ത്രീകൾ തൊഴിലിടങ്ങളിൽ എത്തുന്നു. അവർക്ക് കൂടുതൽ വരുമാനം ഉണ്ടാകുന്നു. അവരുടെ വീടുകളുടെ നിലവാരം മെച്ചപ്പെടുന്നു. മാത്രമല്ല കുറെ കൂടി മിച്ചം ഉണ്ടാകുന്നു. ലോക്കൽ മാർക്കറ്റിൽ ഇപ്പോൾ വലിയ സമ്പന്നരുടെ കയ്യിലേക്ക് പണം വന്നാൽ അത് ബാങ്ക് അക്കൗണ്ടുകളിൽ പൂജ്യമായിട്ട് പെരുകയാണ് ചെയ്യുക. മറിച്ച് സാധാരണ മനുഷ്യരിലേക്ക് പണം എത്തുമ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ആയിട്ട് മാറും. അല്ലെങ്കിൽ ലോക്കൽ മാർക്കറ്റിൽ സർക്കുലേഷൻ ഓഫ് മണി വർദ്ധിക്കും. ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടുമ്പോൾ സപ്ലൈ കൂടും. സപ്ലൈ കൂടണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കൂടണം. പ്രൊഡക്ഷൻ കൂടണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എംപ്ലോയ്മെന്റ് ഉണ്ടാവണം. അപ്പൊ ഇതൊരു ചെയിൻ ആക്ഷൻ ഉണ്ടാവും. വലിയൊരു ഇക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് ഇത് മാറും. നാടിന് നന്മ നൽകുന്ന ഒരു കാര്യമാണ്. അതൊന്നും പ്രഗത്ഭനായ ഗതാഗത മന്ത്രിക്ക് മാത്രം താങ്കൾ പറഞ്ഞതൊന്നും അത്ര ബോധ്യം വന്നിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് ഇതൊക്കെ അറിയാവുന്ന, കൃത്യമായി മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം ഇന്ന് എന്തുകൊണ്ട് ഈ രീതിയിൽ സംസാരിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. CP ജോണിനെ പോലെ നമ്മൾ എല്ലാവരും പറഞ്ഞ അവസാനിക്ക് എത്തിച്ചേരുന്നത് അവിടെയാണ്. CP ജോൺ എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്നുള്ളത് സത്യത്തിൽ ശരത്ത് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം പറയാൻ പാടില്ലാത്തതായിരുന്നു. ഇനിയിപ്പോ അതിനകത്ത് അദ്ദേഹം ഉദ്ദേശിച്ച ബിഹേവിയറൽ സയൻസ് ഒക്കെയാണ് പറഞ്ഞതെങ്കിലും പറഞ്ഞ് കൊളമായി എന്നുള്ളത് വസ്തുതയാണ്. സർക്കാരിന് ഒരു ക്ഷീണം സംഭവിപ്പിക്കുന്ന ഒരു നടപടിയായി പോയോ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന്? അത് പിന്നീട് അദ്ദേഹം തിരുത്താൻ ശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു യാഥാർത്ഥ്യം ഉള്ളത് എന്താന്ന് വെച്ചാൽ, ഒരു ചെറിയ യാഥാർത്ഥ്യം, അതായത് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ള ഒരു എന്താണെന്നറിയോ, CP ജോണോ അല്ലെങ്കിൽ UDF-ന്റെ നേതാക്കളോ ഒക്കെ പ്രതീക്ഷിച്ചതൊരു കാര്യമുണ്ട്. കാരണം യഥാർത്ഥത്തിൽ ഈ സൗജന്യം അല്ലെങ്കിൽ ഈ സൗജന്യ യാത്ര എന്ന് പറയുന്നത് സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള സ്ത്രീകൾ, അവർക്ക് കൂടുതൽ അവസരം കിട്ടാൻ, അവർക്ക് ജോലിക്ക് പോകാൻ സൗകര്യം, അവരെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നഗരത്തിൽ ജോലിക്ക് പോകുന്ന, സർക്കാർ ജോലിക്ക് പോകുന്ന 50,000-1 ലക്ഷവും ഒക്കെ വരുമാനമുള്ള ബാങ്ക് ഉദ്യോഗസ്ഥകളും അതുപോലെ തന്നെ IT പ്രൊഫഷണൽസും അങ്ങനെയുള്ള ആളുകൾ ഈ യാത്രാ സൗജന്യം അനുഭവിക്കാൻ അവർ തയ്യാറാവില്ല. അവർ ബസ്സുകളിൽ പണം കൊടുത്ത് യാത്ര ചെയ്യും എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. ഒരുപക്ഷെ അവരങ്ങനെ വിചാരിച്ചിട്ടുണ്ടാകാം. പക്ഷെ യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എല്ലാവരും ഈ വണ്ടികളിൽ ഈ സൗജന്യ യാത്ര അനുഭവിക്കുന്നു. അവരെല്ലാവരും ഈ സൗകര്യം ഉപയോഗിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ആ താങ്ങാനാവാത്ത തിരക്ക് ഈ വണ്ടികളിൽ ഉണ്ടാകുന്നു എന്നതാണ്. മാത്രമല്ല
മാത്രമല്ല KSRTCയുടെ വരുമാനത്തിൽ വലിയ ഇടിവുണ്ടാകുന്നു എന്നുള്ളത് ഗതാഗത അല്ല, മന്ത്രി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പൊടിപ്പാറ എനിക്കിത് അർത്ഥമുണ്ടാക്കാം. കേൾക്കുമ്പോൾ അല്പം ചിരിയും വരുന്നുണ്ട് കേട്ടോ. പക്ഷേ അതെ, വേറൊന്നുമല്ല, പക്ഷെ അത് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ ഇതൊക്കെ ധരിച്ചു വെച്ചവരെ കുറിച്ച് പറഞ്ഞാൽ മതിയല്ലോ. നമ്മൾ നാടൻ ഭാഷ ഇതൊക്കെ വേറെയാ പറയേണ്ടത്, സംഭവിക്കുമെന്ന് ഇങ്ങനെയൊക്കെ ധരിച്ചവരെ കുറിച്ച് എന്താ മനസ്സിലാക്കി പറയേണ്ടത് എന്ന് പറയാൻ തോന്നുന്നുണ്ട്. പക്ഷെ അതായിരിക്കാം അദ്ദേഹത്തെ ഇങ്ങനെ പറയാൻ ശരി, പ്രേരിപ്പിച്ചു. എന്തായാലും പറഞ്ഞത് ശുദ്ധ അസംബന്ധമായി പോയി. തീർച്ചയായും CP അതൊരു ജോണസ് വളരെ പറയാൻ ശക്തമായ വിമർശനമാണ് ശ്രീ പൊടിപ്പാറ ഇപ്പോൾ പറഞ്ഞത്. അത് ശുദ്ധ അസംബന്ധമായി പോയി. ഞാൻ ശ്രീ പ്രേംകുമാറിലേക്ക് വരും. ശ്രീ പ്രേംകുമാർ, നേരത്തെ പ്രഗത്ഭനായ വളരെ ആരാധനയോടെ ശ്രീ പൊടിപ്പാറ കാണുന്ന CP ജോൺ ആ ശൈലിയിൽ തന്നെയാണ് ഈ പ്രസംഗത്തിൽ ആ ഭാഗത്തൊക്കെ അദ്ദേഹം സഞ്ചരിച്ചതെന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. ബിഹേവിയറൽ പാറ്റേണിനെ കുറിച്ച്, മലയാളിയുടെ ബിഹേവിയറൽ പാറ്റേൺ, അതിലെ അഭിനയത്തെക്കുറിച്ച് ഒക്കെയാണ് CP ജോൺ സംസാരിച്ചു വന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്താണെന്നറിയോ, അതായത് ഈ നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് ഈ പദ്ധതി വന്നപ്പോൾ സംസാരിച്ച CP ജോണിനെ കണ്ടു. എനിക്ക് തോന്നുന്നു അതൊരു അഭിനയമായിരുന്നു. ഇന്ന് കണ്ടതാണ് യഥാർത്ഥ CP ജോൺ. ഇന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ സിദ്ധാന്തമായ ബിഹേവിയറൽ പാറ്റേണും ഈ അഭിനയമെന്ന്, മലയാളിയുടെ അഭിനയമെന്നും അദ്ദേഹം അവിടെ പറഞ്ഞു വെച്ചതിൽ അദ്ദേഹത്തെ തന്നെ ഒരു കഥാപാത്രമാക്കിയാൽ, മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിലെ അഭിനേതാവും ഇന്ന് അദ്ദേഹം തന്നെയും എന്ന നിലയിൽ കാണണമോ പ്രേംകുമാർ? ശരത്ത്, അതായത് CP ജോൺ ജോർജ് പൊടിപ്പാറയെ പോലെ തന്നെ എന്റെയും വളരെ അടുത്ത സുഹൃത്താണ്. എൻ്റെയും. ദീർഘമായിരുന്ന് സംസാരിക്കുന്നതിൽ വളരെ ഇഷ്ടമുള്ള മനുഷ്യനാണ്. മിനിസ്റ്റർ ആയതിനു ശേഷം ഞാൻ കണ്ടിട്ടില്ല. കാര്യങ്ങളെ പറ്റി നല്ല 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 സെൻസിബിലിറ്റി ഉള്ള ആളാണ്. അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ ഇതിപ്പോ ഒരു കോൺഗ്രസിന്റെ മന്ത്രിയിൽ നിന്നോ ലീഗിന്റെ മന്ത്രിയിൽ നിന്നോ കേരള കോൺഗ്രസ് മന്ത്രിയിൽ നിന്നോ ആയിരുന്നെങ്കിൽ നമുക്ക് സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. CP ജോണിനെ പോലുള്ള ഒരാൾ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലേ ഈ സമയത്ത് അദ്ദേഹം അനുഭവിക്കുന്ന ഫ്രസ്ട്രേഷൻ എത്രയായിരിക്കും എന്നുള്ളതാ ഞാൻ ആലോചിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, കോട്ടുവായിടുമ്പോഴും വേറെന്തോ ഒരു കാര്യം ചെയ്യുമ്പോഴാണ് മനുഷ്യന്റെ ഉള്ളിലുള്ളത് പുറത്തേക്ക് വന്നു പോകാൻ. ബാക്കി എല്ലാപ്പോഴും നമ്മളിങ്ങനെ ഇപ്പൊ സംസാരിക്കുന്ന ഞാനും ശരത്തും ഒക്കെ നമ്മൾ ഭയങ്കര അഫക്റ്റഡ് ആയിട്ടുള്ള ശബ്ദമൊക്കെ ഉണ്ടാകും. പക്ഷെ ഈ രണ്ട് പരിപാടിയും നടക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ശരിക്കുള്ള ശബ്ദം വരിക. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ 7 ദിവസം കൊണ്ട് CP ജോൺ എന്നുള്ള കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് പ്രാന്ത് പിടിച്ചിട്ടുണ്ട് ഈ പരിപാടി നടപ്പിലാക്കിയത്. അതിന്റെ കാരണവും ജോർജ് പൊടിപ്പാറ തന്നെ പറയുന്നുണ്ട്. കാരണം കേരളത്തിൽ ആരും ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല, സ്ത്രീകൾ ആരെങ്കിലും ഞങ്ങൾക്ക് സൗജന്യമായിട്ട് ബസ് പോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഇവരുടെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് പറഞ്ഞതും കർണാടകയിൽ അതുകൊണ്ട് വോട്ട് കിട്ടി എന്നുള്ള ഒരു ഹിസ്റ്ററിയും വെച്ചിട്ട്, പക്ഷെ കർണാടകത്തിലെ KSRTC ഇത് കാരണം ഭയങ്കര നഷ്ടത്തിലായി, ഭയങ്കര ക്രൈസിസിലായി. അത് തന്നെ ഇവിടെയും പ്രഖ്യാപിച്ചത് എല്ലാ ബസ്സിലും എല്ലാ സ്ത്രീകൾക്കും എല്ലായിടത്തും തന്നെയായിരുന്നു. നടപ്പിലാക്കാൻ നോക്കുമ്പോൾ അത് പറ്റില്ല എന്ന് മനസ്സിലായി. എനിക്ക് തോന്നുന്നു ജയിക്കുന്നു ഇവരന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു എന്നാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞിരുന്നാലും CP ജോൺ ഇന്ന് അത് പറയുമ്പോൾ അയാളുടെ ഫ്രസ്ട്രേഷൻ ആയിരുന്നാലും, ഇനി ഗതാഗത വകുപ്പ് കിട്ടിയതിന്റെ ഫ്രസ്ട്രേഷൻ ആണോ, ഈ മാതിരി ഒരു കുരിശ് അയാളുടെ തലയിൽ എടുത്തു വെച്ചതിനാണോ, അയാൾ പറഞ്ഞു തുടങ്ങുന്നത് ബസ്സിന് കാശില്ലാത്ത സ്ത്രീ എന്നാണ്. ബസ്സിന് കാശില്ലാത്ത സ്ത്രീ എന്നല്ലല്ലോ പ്രശ്നം. സ്ത്രീകളുടെ കയ്യിൽ കാശുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. പിന്നെ ഇത് സൗജന്യം എന്നുള്ള വാക്കില്ല, അവിടെ ഒരു വലിയൊരു പൊളിറ്റിക്കൽ പ്രശ്നമുണ്ട്. ഇതൊരു വെൽഫെയർ മെഷർ ആണോ? ഇപ്പൊ സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നുള്ളത് സ്ത്രീകൾക്ക് വെറുതെ കൊടുക്കുന്ന പൈസയാണോ, സ്ത്രീകളുടെ അവകാശമാണോ? പൊതുവിദ്യാലയങ്ങൾ എന്നുള്ളത്, മെഡിക്കൽ കോളേജ്, സർക്കാർ ആശുപത്രികൾ എന്നുള്ളത്, തൊഴിലില്ലായ്മ വേതനം എന്നുള്ളത് ഒരു വെൽഫെയർ സ്കീമാണോ, സോഷ്യൽ സെക്യൂരിറ്റി സ്കീമാണോ, അതോ ഫ്രീ ബി ആണോ? സാധാരണ സ്വകാര്യ കുത്തക മുതലാളിമാർ പോലും ഈ എന്താ പറയാ പ്രൈസ് ഡിസ്കൗണ്ട് ആയിരുന്നാലും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സാധനങ്ങളായിട്ടും കസ്റ്റമേഴ്സിന് കിട്ടുന്ന സൗജന്യമായിട്ടല്ല കാണുന്നത്. അവരുടെ ബ്രാൻഡ് എസ്റ്റാബ്ലിഷ്മെന്റിനോ മാർക്കറ്റിംഗ് കോസ്റ്റ് ആയിട്ടാണ് കാണുന്നത്. ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റിന്റെ കേസിലാകുമ്പം അതൊരു സോഷ്യൽ സെക്യൂരിറ്റി മെഷറാണ്. ഇവിടെ ഇപ്പൊ പൊടിപ്പാറ പറഞ്ഞതുപോലെ ഫൈനാൻഷ്യൽ അതിന്റെ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ഉള്ള. പക്ഷേ ഒരു വലതുപക്ഷ സർക്കാരിന്റെ ഭാഗമായിരിക്കുന്ന CP ജോണിനെ പോലുള്ള ഒരാൾ പോലും അതിനെ കാണുന്നത് സൗജന്യമായിട്ടാണ്. അതുകൊണ്ട് അവർ നിരന്തരം പറയുന്നത് KSRTCക്ക് ഇത്ര കോടി നഷ്ടം ഉണ്ടായിന്ന്. KSRTC നഷ്ടം ഉണ്ടായി എന്നാ പറയുന്നത്. KSRTC നഷ്ടം ഉണ്ടായെന്നല്ലല്ലോ പറയേണ്ടത്. ഇത്രയും കാശ് 70 കോടി രൂപ 50 കോടി രൂപ സർക്കാർ ഈ ഇനത്തിലേക്ക് ചെലവഴിച്ചു എന്നാ പറയേണ്ടത്. അപ്പൊ ബേസിക് ആയിട്ട് ഇവരുടെ പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവിൽ പ്രശ്നമുണ്ട്. അത് പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്നായത് കൊണ്ട് ഈ പെർസ്പെക്റ്റീവ് വരില്ല. എവിടെയാണ് സഹവാസം, എന്ത് തിയറിയാണ് ഇന്റേണലൈസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആരുടെ കൂടെയാണ് കിടക്കുന്നത് എന്നുള്ളതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. വേറൊരു കാര്യം എനിക്ക് തോന്നുന്നത്, CP ജോണിന് ഇപ്പൊ VD സതീശൻ ഒരു കാരണവശാലും അയാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്, അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആണ് എന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
അതുകൊണ്ടാണ് കൊച്ചിയിൽ എവിടെയോ ഒരു അജ്ഞാത ഇൻവെസ്റ്റർ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ഉടനെ ഹെലികോപ്റ്റർ എടുത്ത് അങ്ങോട്ട് പോണത്. അയാൾ എന്നെ കാണാൻ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയാനുള്ള ഒരു ഇതില്ലാത്ത എന്തുകൊണ്ടെന്ന് അറിയോ? ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്ന് മൂപ്പർക്ക് ഇപ്പോഴും ശരിക്കും ബോധ്യം വന്നിട്ടില്ല. അല്ല, പ്രേംകുമാർ അത് വിശ്വസിക്കുന്നുണ്ടോ? അത് അങ്ങനെ വന്നാൽ ഒരു ഉപചോദ്യം ചോദിക്കേണ്ടി വരും. അങ്ങനെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞ ആ യാത്ര എന്നതിൽ താങ്കൾക്ക് വിശ്വാസമുണ്ടോ? കാരണം അതേക്കുറിച്ച് അദ്ദേഹം വേറൊന്നും പറഞ്ഞിട്ടില്ല. അത് സത്യമാവണമെന്നില്ല. ഒരു കളവ് പറയണമെങ്കിൽ പോലും നമ്മളുടെ സ്റ്റാറ്റസ് അനുസരിച്ചേ കളവ് പറയുള്ളൂ. ഇപ്പൊ നിങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഞാൻ ശരത്തിനോട് പറയാണ് എനിക്കിന്ന് സിനിമയ്ക്ക് പോകാനുണ്ട്, കളവായിരിക്കാം, പക്ഷെ എന്നാലും ഞാൻ സിനിമയ്ക്ക് പോകുന്നു നിങ്ങൾ വിശ്വസിക്കും. മറിച്ച് എനിക്ക് മമ്മൂട്ടിയായിട്ടൊരു മീറ്റിംഗ് ഉണ്ടെന്ന് ഞാൻ കളവ് പറയില്ലല്ലോ. മമ്മൂട്ടിയായിട്ട് മീറ്റിംഗ് ഉണ്ടെന്ന് പറയണമെങ്കിൽ ഞാൻ സ്വയം അങ്ങനെ വിശ്വസിക്കണം. അതാ ഞാൻ പറഞ്ഞത്. ഒരു ഇൻവെസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഓടിപ്പോയി കാണേണ്ട ആളാണ് ഞാൻ എന്നുള്ള ബോധമാണ് ഇപ്പോഴും വി ഡി സതീശന്റെ ഉള്ളിലുള്ളത്. ആ ബോധമുള്ളതുകൊണ്ടാണ് അയാൾ ആ കളവ് പറയുന്നത്. മറിച്ച് അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി അങ്ങനെ പറയില്ല. മുഖ്യമന്ത്രിയാണെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിവ് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ഈ പ്രസംഗിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് CP ജോണിന് ബോധ്യമില്ല ഈ പദ്ധതി നടപ്പിലാക്കേണ്ടുന്ന UDF സർക്കാർ പ്രഖ്യാപിച്ച ഈ പദ്ധതി നടപ്പിലാക്കേണ്ടുന്ന വകുപ്പിന്റെ മന്ത്രിയാണ് ഞാൻ ഇതിലായ ഓർമ്മയില്ല. അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ പറയുന്നത് സ്ത്രീകൾ ഇടിച്ചു കയറുകയാണ്, കാശ് ഇല്ലാത്ത സ്ത്രീകളാണ്. ഈ പൊടിപ്പാറ പറഞ്ഞ ന്യായീകരണം നിൽക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ? അദ്ദേഹം പറയുന്നത് താഴേക്കടയിലാണെന്ന് പറയുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സ്ത്രീകൾ ഇത് ഉപയോഗിക്കുമെന്ന് കരുതി ആയിരിക്കാം നടപ്പിലാക്കിയതാ. അങ്ങനെയാണെങ്കിൽ CP ജോൺ പറഞ്ഞത് ശരിയല്ല. എന്താണെന്ന് അദ്ദേഹം പറയുന്നത് എന്താണ്? ഈ KSRTCയിൽ ടിക്കറ്റ് കൊടുക്കാതെ, കാശ് കൊടുക്കാതെ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്നു. ഓക്കെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. IT-യിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്ന എക്സാമ്പിൾ. അടുത്ത് പറയുന്നത് എന്താണ്? അച്ഛനോ ഭർത്താവിനോ അസുഖം വന്ന സർക്കാർ ആശുപത്രിയുടെ വരാന്തയെ കൊണ്ടുപോയി കിടത്തുന്നതാണ്. അതിന്റെ മറുപടി K മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. ഇത് മൊത്തത്തിലുള്ള ഒരു പ്രശ്നം എന്താ പറയുക? ഇവർക്ക് ടോട്ടലുള്ള ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉണ്ട്. നമുക്കറിയാം, ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോ 102 സീറ്റുകൾ UDF-ന് കിട്ടി. കോൺഗ്രസിന്റെ MLA-മാരിൽ 95% ആളുകളും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനോട് ചോദിച്ചു ആര് മുഖ്യമന്ത്രി ആവണമെന്ന്. അയാൾ എഴുതി കൊടുത്ത കടലാസ് നമ്മൾ കണ്ടു, KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവണം. എന്നിട്ടാണ് 95% ആളുകളും KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവണമെന്ന് പറഞ്ഞെടുത്തെന്നാണ് വി ഡി സതീശൻ എന്ന് പറഞ്ഞ ഒരാള് മുഖ്യമന്ത്രി ആയിട്ടുള്ളത്. ഇനി ഈ സൗജന്യത്തിനെ പറ്റിയിട്ട് CP ജോൺ പറയുന്നതിൻ്റെ അകത്തുള്ള ഏറ്റവും പറയാതിരിക്കാൻ വയ്യ. UDF എന്നുള്ള സംവിധാനത്തിനുള്ളിൽ UDF-ന്റെ സൗജന്യം അനുഭവിച്ചുകൊണ്ട് ഇത്രയും കാലവും UDF-ന്റെ പ്രധാന നേതാവായിരുന്ന ആളാണ് CP ജോൺ. അല്ലാതെ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് കുറെ MLA-മാരുണ്ടായതുകൊണ്ടോ കുറെ കമ്മിറ്റികൾ ഉണ്ടായതുകൊണ്ടോ ഒന്നുമല്ല. എന്താണ് ഈ എന്താ പറയാ, ഒരു സൗജന്യ അക്കോമഡേഷന് ജീവിതം കൊണ്ട്, പൊളിറ്റിക്കൽ ലൈഫ് കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്ത മനുഷ്യനാണ് ഇദ്ദേഹമാണ് പെട്ടെന്ന് മാറി പറയുന്നത്. അത്രയായിട്ടുള്ള, അതായത് ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ്. താൻ ആരാണ്, നമ്മൾ ആരാണെന്ന് അറിയായികയുടെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള ആളുകളെ പെട്ടെന്ന് കുപ്പിയിലാക്കാൻ പറ്റുന്ന തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുകയും കുറച്ച് അങ്ങോട്ടെത്തുമ്പം അത് നടപ്പിലാക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്നത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള സിൻസിയറിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്, ആളുകളോടുള്ള സത്യസന്ധത ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പൊന്നാനിയിൽ നിന്ന് ഒരു പരിപാടി കഴിഞ്ഞിട്ട് പാണക്കാടേക്ക് പോകാനും, പാണക്കാട് നിന്ന് ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം വണ്ടൂരിൽ ആളുകൾ മരിച്ചു കിടക്കുന്നുണ്ടെങ്കിലും അവിടേക്ക് പോകണം തോന്നാതെ ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലേക്ക് കാറ് വിടാൻ പറയാൻ ഒരു മുഖ്യമന്ത്രിക്ക് തോന്നുന്നത് അവരിൽ ഉൾച്ചേർന്നിട്ടുള്ള ഉത്തരവാദിത്വം എന്താണെന്നുള്ള ഓർമ്മയും തിരിച്ചറിവും ഇല്ലാത്തതുകൊണ്ടാണ്. അത് പൊളിറ്റിക്സിനേക്കാൾ കൂടുതൽ പൊളിട്രിക്സ് ആണ് ഇവരെ നയിക്കുന്നുള്ളതുകൊണ്ടാണ്. ഇത് ഇനിയും ഇങ്ങനെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഇത്ര പെട്ടെന്ന് 70 ദിവസം കൊണ്ട് ഇത്രയും ദയനീയമായിട്ട് ഇത് വെളിപ്പെട്ടു പോകുമെന്ന് നമ്മൾ ആരും വിചാരിച്ചിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ശരി മനീഷ, ഈ കാര്യത്തിൽ ഇപ്പോൾ ഗതാഗത മന്ത്രി CP ജോണാണ്. അപ്പോൾ അങ്ങനെ ഒരു CP ജോണിന് അല്ലെങ്കിൽ CP ജോണിന് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുമോ? അദ്ദേഹത്തിന് എന്തു പറ്റി എന്ന നിലയിൽ ഈ വിഷയത്തെ പരിമിതപ്പെടുത്തി കാണുന്നതിനോട് താങ്കൾക്ക് യോജിപ്പുണ്ടോ? കാരണം ഇതൊരു സമീപനത്തിൻ്റെയും, അന്ന് പറഞ്ഞു, പ്രഖ്യാപിച്ചു, എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ചെയ്തു. ഇപ്പോൾ യഥാർത്ഥത്തിൽ ആ സർക്കാരിന് തന്നെ ബോറടിച്ചു തുടങ്ങിയിരിക്കുന്നു. വരാൻ പോകുന്ന ഭവിഷ്യത്തോർത്തിട്ടുള്ള ആശങ്ക വേറെ. അതേ തുടർന്ന് ഉള്ളിലുള്ളത് അറിഞ്ഞും അറിയാതെയും പുറത്തു വരുന്നത് കൂടിയാകാം. പക്ഷേ ഇത് ഒറ്റപ്പെട്ടതാണോ? ഇപ്പോൾ നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ CP ജോണിനെ കുറിച്ച് ചർച്ച ചെയ്യാനിരുന്നാൽ അത് നേരെ വി ഡി സതീശനിലേക്കും, വി ഡി സതീശൻ പൊന്നാനിയിൽ പോയതും കോഴിക്കോട്ട് പോയതും അവിടെ നിന്ന് കൊച്ചിയിൽ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ വന്നതും നാട് മുഴുവൻ വലിയ കെടുതി വിതച്ച് മഴ പെയ്യുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതാ ഇങ്ങനെ സഞ്ചരിച്ചതും, അപ്പോൾ ഇതുമായിട്ടൊക്കെ താരതമ്യം ചെയ്യേണ്ടതായി വരുന്ന സാഹചര്യവും ഒക്കെ ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നവർക്കുണ്ടാകുന്നു. അപ്പോൾ CP ജോണിൻ്റേതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണുന്നോ, ഒരു നാവുപിഴയായി കാണുന്നോ, അതോ ഈ സർക്കാരിൻ്റെ തന്നെ ഒരു പൊതുശീലമായി, അത് മുഖ്യമന്ത്രിയിലായാലും മന്ത്രിമാരിലായാലും ഒക്കെ ഉള്ളൊരു പൊതുശീലമായി, ഒരു പൊതുരീതിയായി ഈ പ്രശ്നങ്ങളെ
കാണേണ്ടതുണ്ടോ? മനീഷ എങ്ങനെയാണ് എന്താണ് പറയുക? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കാണേണ്ടി വരും. ഇതൊരൊറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഏതാണ്ട് 72 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. ഈ സർക്കാർ അധികാരത്തിൽ വന്ന അന്ന് മുതൽ സർക്കാർ ഈ നാട്ടിലെ സ്ത്രീകളോട് കാണിക്കുന്ന നിലപാടുകളുണ്ട്. ആ നിലപാടിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, സ്ത്രീകൾക്ക് ഇപ്പോൾ ഇവർ ഈ ഗതാഗതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പദ്ധതി, പ്രിയദർശിനി പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഇവർ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ ഒരു തരത്തിലുള്ള മാനദണ്ഡവും ഇതിനുമേൽ വയ്ക്കുന്നില്ല എന്നാണ്. അതായത് പ്രായത്തിൻ്റെ മാനദണ്ഡങ്ങളില്ല, സാമ്പത്തികമായിട്ടുള്ള മാനദണ്ഡങ്ങളൊന്നും വെക്കുന്നില്ല എന്നാണ്. എനിക്ക് തോന്നുന്നു മാധ്യമപ്രവർത്തകനായി പങ്കെടുക്കുന്ന പാനലിസ്റ്റ് അദ്ദേഹം സൂചിപ്പിച്ചു, ഇത് തീരെ താഴേക്കിടയിലുള്ള സ്ത്രീകളെ ഉദ്ദേശിച്ചാവാം അങ്ങനെ പറഞ്ഞത് എന്ന്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് പത്രിക മുന്നോട്ട് വെക്കുമ്പോൾ അവർ അക്കാര്യം സൂചിപ്പിക്കാൻ മറന്നുപോയി എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് സർക്കാരിൻ്റെ നിലപാടാണ്. ഈ സർക്കാരിൻ്റെ നിലപാട് എന്ന് പറയുന്നത് മനുഷ്യരുടെ, സാധാരണക്കാരുടെ, സ്ത്രീകളുടെ, തൊഴിലാളികളുടെ, കുട്ടികളുടെ, വിദ്യാർത്ഥികളുടെ ഒക്കെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിന് ശേഷം ഈ നിലപാടുകളൊന്നും ഞങ്ങൾക്ക് പാലിക്കേണ്ടതില്ല എന്നൊരു സമീപനം. അത് പ്രേംകുമാർ സാർ സൂചിപ്പിച്ചതുപോലെ അതൊരു രാഷ്ട്രീയ മര്യാദയല്ല, അതൊരു എത്തിക്സ് അല്ല, അതൊരു ധാർമ്മികതയല്ല. അത് തന്നെയാണ് ഇപ്പോൾ ഈ പ്രസ്തുത മന്ത്രി മാത്രമല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും എല്ലാ വിഷയങ്ങളിലും കേരളത്തിനകത്ത് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകളിൽ നിന്ന് വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്ത്രീകൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന 1000 രൂപയുടെ പെൻഷൻ ഇത്തരം മാനദണ്ഡങ്ങളൊന്നും പാലിക്കാത്ത മനുഷ്യരാണെങ്കിൽ എന്തുകൊണ്ടാണ് മഞ്ഞ കാർഡും പിങ്ക് കാർഡും ഹോൾഡ് ചെയ്യുന്ന സ്ത്രീകൾ ലഭിച്ചുകൊണ്ടിരുന്ന പെൻഷൻ കട്ട് ചെയ്ത് കളഞ്ഞത്? അപ്പോൾ ഇത് സർക്കാരിൻ്റെ ഒരു പൊതു നിലപാടാണ്. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി സ്ത്രീകൾക്കൊപ്പമാണെന്ന് പറയുകയും പ്രിയദർശിനി പോലുള്ള പദ്ധതികൾ സ്ത്രീകളുടെ അഭിമാന പദ്ധതിയാണെന്ന് പറയുകയും അത് അവരുടെ ഔദാര്യമല്ല എന്ന് പറയുകയും, എന്നാൽ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അത് നിങ്ങളുടെ ഔദാര്യമാണ്, ഇത് നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്ന എന്തോ ഒരു ഔദാര്യമാണ്, ഇത് നിങ്ങളുടെ അവകാശമൊന്നുമല്ല എന്ന് പ്രവൃത്തിയിലൂടെ പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. നോക്കൂ, അത് സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ ഉൾപ്പെടെ, സ്ത്രീകൾക്ക് ലഭിച്ചിരുന്ന പെൻഷനിൽ ഉൾപ്പെടെ നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. നോക്കൂ, ഈ മന്ത്രി ഇപ്പം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ നമ്മൾ കാണേണ്ടത്, ഒന്ന്, മന്ത്രി പ്രതിദാനം ചെയ്യുന്ന കേരളത്തിലെ രാഷ്ട്രീയവും അവർ മുന്നോട്ട് വെക്കുന്നത് അവരൊരു പുരുഷാധിപത്യ ലോകത്തിലാണ് ജീവിക്കുന്നത് എന്ന് തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ത്രീകളെക്കുറിച്ചൊരു പരാമർശം നടത്തി. ഞങ്ങൾ ഡിവൈഎഫ് അടക്കമുള്ള വർഗബഹുജന സംഘടനകൾ അതിൽ ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയതാണ്. എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത്? അത് സ്ത്രീകൾ പൊതു സമൂഹത്തിൽ വലിയ പദവികളിലേക്കൊന്നും വരേണ്ടവരല്ല എന്നും സ്ത്രീകൾക്ക് അവകാശപ്പെട്ടതാണ് അടുക്കളകൾ എന്നുമാണ് അദ്ദേഹം വളരെ സരസമായി, വളരെ രസകരമായി പറഞ്ഞു വെച്ചത്. അതിൽ ഒളിഞ്ഞിരുന്ന രാഷ്ട്രീയം ഞങ്ങളതിനെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് ആ വിഷയത്തിലുള്ള നിലപാട് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾക്ക് പറയാനുള്ളത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഉള്ള നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിനും ഈ ഭരണകൂടം നയിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രിമാർക്കും ഉള്ളത് എന്ന് അസന്നിഗ്ധമായി പറയാൻ നമ്മൾക്ക് കഴിയണം. കാരണം എന്താണ്, ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ നിലപാടുകൾ പലതും, മുഖ്യമന്ത്രിയുടെ പല നിലപാടുകളും ഒരു പാട്രിയാർക്കലായ ലോകത്തു നിന്നുമാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്ന് പറയുന്നതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് പല വിഷയങ്ങളിലുമുള്ള ഔചിത്യക്കുറവ് നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും. അവിടെയാണ് ഈ യാത്രകളെക്കുറിച്ച് നമുക്ക് പറയേണ്ടി വരും. നോക്കൂ, കേരളത്തിൽ മനുഷ്യർ ഇപ്പോൾ പ്രളയക്കെടുതിയിൽപ്പെട്ടിട്ട് അവർ ഇതുവരെ സ്വരുക്കൂട്ടിയതെല്ലാം കയ്യിൽ കൂട്ടിപ്പിടിച്ച് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാൻ കഷ്ടപ്പെടുന്ന കാഴ്ചകളാണ്. അവരെങ്ങനെയെങ്കിലും രാത്രികളിൽ തള്ളി നീക്കാൻ പെടാപ്പാട് പെടുന്ന കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി എന്താ ചെയ്തത്? കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിൽ നല്ല മന്തി കിട്ടുന്ന ഇടങ്ങൾ നോക്കി നടക്കുന്ന ദാരുണമായൊരു കാഴ്ചയല്ലേ നമ്മൾ കണ്ടത്? ഇതേ ഔചിത്യക്കുറവുള്ള ആൾ തന്നെയാണ് ഈ മന്ത്രി എന്ന് എനിക്ക് കൃത്യമായി പറയാൻ കഴിയും. ഇവിടെ പല ആളുകളും സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, മന്ത്രി അങ്ങനെയുള്ള ഒരാളല്ല, അദ്ദേഹം കൃത്യമായ നിലപാടുകളുള്ള ആളാണ്, അദ്ദേഹം ശ്രദ്ധിച്ച് സംസാരിക്കുന്നയാളാണ്. ഇത് അദ്ദേഹത്തിന്റെ നാക്കിവിടെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഇത് കൃത്യമായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ്, അത് ഈ സർക്കാരിന്റെ രാഷ്ട്രീയം കൂടിയാണ് നമുക്ക് പറയുന്നതോടൊപ്പം തന്നെ ഈ മന്ത്രിക്കും ചില കാര്യങ്ങളിൽ ഔചിത്യക്കുറവ് ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ പാലക്കാട് ഒരു അപകടം നടന്നു. നെന്മാറയിലാണ് അപകടം നടന്നത്. ആ അപകടം എന്ന് പറഞ്ഞാൽ KSRTC ബസ് ഒരു മരത്തിലിടിച്ച് ഒരാൾ മരിക്കുകയും 40ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതാണ്. അദ്ദേഹം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് മുൻപിൽ പോയി ചോദിച്ചത് ഈ പ്രദേശം അങ്ങ് സന്ദർശിക്കുന്നില്ലേ എന്നാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പല ആളുകളും, അത് മനുഷ്യരുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചൊരു വിഷയമായതുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പലരും ആ പ്രദേശം സന്ദർശിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, ഞാൻ എന്തിനാണ് KSRTC ബസ് മരത്തിൽ ഇടിച്ചു കിടക്കുന്നത് കാണുന്നത് എന്നാണ്. അപ്പോൾ ആ വകുപ്പിന്റെ ചുമതലയുള്ളൊരു മന്ത്രിയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ട് എനിക്കിതിൽ
തെല്ലും അത്ഭുതം തോന്നുന്നില്ല. നോക്കൂ, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണ് എന്ന് സ്വയം അവകാശപ്പെടുമ്പോഴും കേരളത്തിലെ സാധാരണക്കാരായ സ്ത്രീകൾ അവരുടെ കൂടി വോട്ട് വാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം വിജയിച്ചു കയറിയത്. ആ സ്ത്രീകൾക്ക് നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്ന അവകാശമാണ് എന്ന് പറയുമ്പോഴാണ് ആ സ്ത്രീകളുടെ മുഖത്ത് നോക്കി ഇത് അവകാശമല്ല എന്നും ഇത് നിങ്ങൾക്ക് നൽകുന്ന ഔദാര്യമാണ് എന്നും മാത്രമല്ല അവരെ അധിക്ഷേപിക്കുന്ന സ്ഥിതിയിലേക്ക് ഒരു മന്ത്രി മാറുന്നത് എന്ന ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതൊരിക്കലും ഒറ്റപ്പെട്ട സംഭവമല്ല, ഇതൊരു സർക്കാരിന്റെ നിലപാടാണ്. ഈ സർക്കാർ ഒരു പുരുഷാധിപത്യ ലോകത്ത് നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഈ സർക്കാർ ഔചിത്യക്കുറവ് പലയിടങ്ങളിലും കാണിക്കുന്നുണ്ട്. അതിനുത്തമായ ഉദാഹരണമാണ് സ്ത്രീകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ വെട്ടിക്കുറച്ചത് ഉൾപ്പെടെ. മനീഷ് അത് സൂചിപ്പിക്കുകയും ചെയ്തു. ഏതൊക്കെ തരത്തിലാണ് ഈ സർക്കാരിൻ്റെ സമീപനങ്ങൾ സ്ത്രീവിരുദ്ധവും ജനവിരുദ്ധവുമാകുന്നത് എന്നതാണ് ഈ ഉദാഹരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ഇപ്പോൾ മനീഷ പറഞ്ഞു വെച്ചത്. ശ്രീ പൊടിപ്പാറ, ഇതിലിപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് താങ്കൾ പറഞ്ഞ പോലെ CP ജോൺ UDF ഈ പറഞ്ഞ പോലെ ഒരു കക്ഷിയുടെ ആ പാർട്ടിയുടെ ബലത്തിൻ്റെ ഒന്നും പേരിലല്ല, പക്ഷേ UDF-നകത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവായിട്ടാണ് UDF നേതാക്കൾ കാണുന്നത്. ആ നിലയിൽ അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ സ്ഥാനം ലഭിക്കുന്നു. പക്ഷേ നമ്മളൊക്കെ പലപ്പോഴും കണ്ടിട്ടുള്ള അദ്ദേഹം ഒരു തരത്തിലും ആഗ്രഹിക്കാത്തൊരു വകുപ്പാണ് അദ്ദേഹത്തിന് കിട്ടിയത് എന്നുള്ളൊരു പൊതുചിന്ത തന്നെ ആ കാലങ്ങളിലൊക്കെ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ, നിരാശ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ സംഭവിക്കുന്നുണ്ടോ? പക്ഷേ അതൊരിക്കലും ഈ സ്ത്രീകളെ അവഹേളിക്കുന്ന നിലയിലൊരു പരാമർശം നടത്തിക്കൊണ്ടാകാനും പാടില്ലായിരുന്നു. ഇന്നലെ ഇപ്പോൾ മനീഷ പറഞ്ഞ പോലെ അവിടെ അപകടമുണ്ടാകുമ്പോൾ, ദാരുണമായൊരു സംഭവം ഉണ്ടാകുമ്പോൾ അതിൽ പെട്ടത് KSRTC ബസ്സാണ്. അപ്പോൾ സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർ ചോദിക്കില്ലേ അവിടേക്ക് മിനിസ്റ്റർ പോകുന്നുണ്ടോ, ഞാൻ എന്തിനു പോകണം എന്ന് ചോദിക്കുന്നതിലൊക്കെ അദ്ദേഹം ഇപ്പോഴും ആ വകുപ്പുമായി അങ്ങോട്ട് ജെല്ലാവാത്തതിൻ്റെയും അല്ലെങ്കിൽ ഇങ്ങനൊരു പദ്ധതി അത് അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് കൃത്യമായി അറിയാം അതിൻ്റെ പിശകുകൾ, ആ പ്രായോഗികതയില്ലായ്മ, അത് KSRTCയെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന പ്രശ്നം, ഇതൊക്കെ ഇങ്ങനെ കൺമുമ്പിൽ കാണുന്ന ഇഷ്ടപ്പെടാത്ത വകുപ്പ്, ആ വകുപ്പിൽ അദ്ദേഹത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു സൗജന്യം, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു ഫ്രീ അധിക്ഷേപത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുചെന്ന് എത്തിച്ചോ? ഈ പ്രിയദർശിനി ബസ്സിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട് എത്ര വാർത്തകൾ വന്നു, ടയറില്ലാത്ത 150-ലധികം സർവീസുകൾ റദ്ദാക്കിയ ഒരുപാട് അനുഭവങ്ങൾ. ഇതിൻ്റെയൊക്കെ പേരിൽ ക്യാൻസർ പേഷ്യൻസിന് KSRTCയിൽ ആകെ ഉണ്ടായിരുന്ന സൗജന്യ യാത്ര റദ്ദാക്കുന്ന നില വരുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ വേതനം മുടങ്ങുന്നു KSRTC. ഇതെല്ലാം ബാധിച്ചു മന്ത്രിയെ എന്നുള്ളത് കൂടിയാണോ മനസ്സിലാക്കേണ്ടത്? ശരത്ത് ഒരുപാട് കാലം പത്രപ്രവർത്തന പരിചയമുള്ള ഒരാളല്ലേ? അങ്ങ് ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും അനുഭവിച്ചിട്ടും അറിഞ്ഞിട്ടുമുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ ഇടതു ഭരണവും താങ്കൾ കണ്ടതാണ്. ആ കാലത്തും താങ്കൾ ആങ്കറുടെ റോള് ഭംഗിയായിട്ട് നടത്തിയിട്ടുള്ള ഒരാളാണ്. അന്ന് താങ്കളുടെ സർക്കാരിനെയും താങ്കളുടെ പ്രതിനിധാനം ചെയ്യുന്ന ഈ കൈരളി ചാനൽ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിലെ ഒക്കെ വളരെ ശക്തമായി ന്യായീകരിച്ചിട്ടുള്ള ഒരാളാണ്. ശരത്തിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഈ പറഞ്ഞ CP ജോണിനെ പോലുള്ള ഒരാൾക്ക് സംഭവിക്കാൻ പാടില്ലാത്ത, അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വരാൻ പാടില്ലാത്ത വാക്കുകളാണ്. അദ്ദേഹം എത്ര ഉദ്ദേശശുദ്ധിയോടെയാണ്, അല്ലെങ്കിൽ അദ്ദേഹം ചില സാമ്പത്തിക യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ ഹ്യൂമൻ സൈക്കോളജി ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ പോലും ഈ ഒരു ഘട്ടത്തിൽ ആ രീതിയിൽ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ അത് ആ ഇന്റർപ്രിട്ടേഷന് അതിന്റെ മെറിറ്റിൽ പൊതുസമൂഹം എടുക്കില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം ഇതിനു മുമ്പ് ശ്രീ MM മണി എല്ലാ സൗജന്യങ്ങളും ഇടത് സർക്കാർ തന്ന സകല സൗജന്യങ്ങളും വാങ്ങി ഞണ്ണിയിട്ട് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്ത് ചതിച്ചില്ലേ എന്ന് ചോദിച്ചു. ആ ചോദ്യം എന്താ അന്ന് ഈ ആവേശമൊന്നും ഈ പറഞ്ഞ പ്രേംകുമാറിനും കണ്ടില്ല, മനീഷയ്ക്കും കണ്ടില്ല, താങ്കൾക്കും കണ്ടില്ല. നമ്മുടെയൊക്കെ എത്രയോ ചർച്ചകളിൽ അത് ഉയർന്നു വന്നിരുന്നു, അതിന്മേൽ ഒരുപാട് ഡിബേറ്റും നടന്നിട്ടുണ്ട്. ഇടപെടരുത് ഇല്ലില്ല പറഞ്ഞത്. അപ്പോ ഞാൻ പറയുന്നത് അന്ന് ഈ ആവേശം കണ്ടില്ല. ഇപ്പൊ പലപ്പോഴും ആ സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ നാവിൽ നിന്ന് വീഴാൻ പാടില്ലാത്ത പ്രയോഗങ്ങൾ അല്ലെങ്കിൽ അത്തരം ന്യായീകരണങ്ങൾ ഉണ്ടാകുന്നു. അത് ഞാൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന് തന്നെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ ഒരു CP ജോൺ എന്ന് പറയുന്ന ആ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇന്നൊരു പ്രമാദം പറ്റി. അദ്ദേഹം പറയാൻ പാടില്ലാത്ത വാക്കുകൾ അല്ലെങ്കിൽ പ്രയോഗങ്ങൾ നടത്തി എങ്ങനെ വേണമെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്യാവുന്ന അല്ലെങ്കിൽ വ്യാഖ്യാനിക്കാവുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറയാൻ പാടില്ലാത്തതായിരുന്നു. അത് തെറ്റായി പോയി, ശരിയായില്ല, അതൊരു അസംബന്ധമായി പോയി എന്ന് തുറന്നു പറയാൻ ഒരു മടിയില്ലാത്ത ഒരാളാണ്. എല്ലാ സൗഹൃദങ്ങളും വെച്ചുകൊണ്ട് പറയാൻ മടി ഞാൻ കാണിക്കുന്നില്ല. പക്ഷേ ഇതോടുകൂടി ഈ ലോകം, അതായത് ഈ ലോകത്തെ സകല തിന്മകളുടെയും മൂർത്തിയാണ്, സകല നിരാശയുടെയും എന്താ പറയുക ഒരു എക്സ്പ്ലോഷൻ ആണ് CP ജോണിൽ നിന്നുണ്ടായത് എന്നൊക്കെയുള്ള വ്യാഖ്യാനം ഉണ്ടല്ലോ, ഇത് നിങ്ങളുടെ ദുർവ്യാഖ്യാനമാണ്.
അതായത് സി പി ജോൺ എന്ന് പറയുന്ന ആൾ ഇതിനു മുമ്പ് ചെയ്ത ഇതിന്റെ ഉദ്ഘാടന വേളയിൽ അദ്ദേഹം പറഞ്ഞ ആ നല്ല വാക്കുകൾ, ഇത് ഔദാര്യമല്ല അവകാശമാണ് എന്ന് പച്ചയ്ക്ക് പറഞ്ഞ മാത്രമല്ല, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, KSRTCയിൽ ഈ സൗജന്യ യാത്ര നടപ്പാക്കുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഇത് KSRTCയുടെ വരുമാനത്തിൽ നിന്നല്ല, സംസ്ഥാന സർക്കാരിന്റെ നികുതി വരുമാനത്തിൽ നിന്ന് ബജറ്റിൽ തന്നെ അതിന് തുക നീക്കിവെച്ചിട്ടുണ്ട് ഈ പദ്ധതി നടപ്പാക്കാൻ. അതുകൊണ്ട് സി പി ജോൺ ഇത് ഓർത്ത് ഉറങ്ങാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇതിനുള്ള പണം ഇത് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പണം ഖജനാവിൽ നിന്ന് അല്ലെങ്കിൽ ബജറ്റിൽ നിന്ന് തന്നെ കൊടുക്കും. അതുകൊണ്ട് സി പി ജോണിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മാത്രം ഏറ്റെടുക്കേണ്ട ഒരു ഭാരമോ ബാധ്യതയോ അല്ല. അദ്ദേഹത്തിന് അത്രമേൽ നിരാശ തോന്നേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ഇക്കാര്യമൊക്കെ നന്നായിട്ട് അറിയുകയും ചെയ്യാം. പക്ഷെ അദ്ദേഹം ഇന്ന് എന്തുകൊണ്ടോ ആ യോഗത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്ന് പറയാൻ മടിയില്ല. പക്ഷെ മനീഷയൊക്കെ പറയുന്ന പോലെ സി പി ജോണിനെ ചാരി വി ഡി സതീശനെ തല്ലുക ഈ അടുത്ത കാലത്ത് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. പോത്തിനെ ചാരി എരുമേ തല്ലുക. ഏത് വന്നാലും ശരി വി ഡി സതീശനെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെക്കുക. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പോയിന്റ് ബ്ലാങ്കിൽ അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചുകൊണ്ടിരിക്കുക. എന്താ ഈ കാണുന്നത്? നിങ്ങളെല്ലാം ഒരു 70 ദിവസം മാത്രം പ്രായമായിട്ടുള്ള ഒരു ഇൻഫന്റ് ആണ്, ഒരു കുഞ്ഞാണിത്. അവർക്കൊന്ന് കാലുറപ്പിക്കാൻ ഒരു സമയം കൊടുക്കും. 6 മാസം ഏത് സർക്കാരിനും മധുവിധ കാലം ഉണ്ടെന്നാ പറയുന്നത്. പക്ഷെ ഈ 6 മാസത്തിനിടയിൽ അദ്ദേഹം ഒരു ഹെലികോപ്റ്റർ ഉപയോഗിച്ചു അവിടെ പോയി ഒരു സുഹൃത്തിനെ കാണാൻ പോയി, അല്ലെങ്കിൽ ഒരു മുതിർന്ന നേതാവിനെ കാണാൻ പോയെടുത്ത് അദ്ദേഹം അവിടെ പോയി ചെന്നൊരു ഭക്ഷണം കഴിച്ചു. അതല്ലെങ്കിൽ എറണാകുളത്ത് അദ്ദേഹം തന്നെ പറഞ്ഞു ഇൻവെസ്റ്റേഴ്സിനെ കാണാൻ പോയതാണ്. ഇനി ഇൻവെസ്റ്റേഴ്സ് ഇല്ലായിരുന്നെങ്കിൽ അത് തെളിയിക്കൂ. അദ്ദേഹം പറഞ്ഞ കള്ളമാണെന്ന് ഇപ്പോഴും നിങ്ങൾക്ക് അസന്നിഗ്ധമായിട്ട് തെളിയിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ പ്രേംകുമാർ അങ്ങനെ പറഞ്ഞപ്പോ താങ്കളാ ചോദിക്കുന്നത് അത് സത്യമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല, അപ്പൊ താങ്കളോട് ചോദിക്കാം, ശ്രീ പൊടിപ്പാറ, അദ്ദേഹം പഴയ പ്രതിപക്ഷ നേതാവല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ യാത്രയെ സംബന്ധിച്ച് ദുരൂഹത ഉയർന്നാൽ അത് ഔദ്യോഗികമായി ക്ലാരിഫൈ ചെയ്ത് ജനങ്ങളോട് വിശദീകരിക്കേണ്ട അദ്ദേഹത്തിന്റെ ബാധ്യതയല്ലേ? അദ്ദേഹമല്ലേ അത് ചെയ്യേണ്ടത്? അല്ലാതെ ഇതൊന്നുമില്ലാത്ത നമ്മൾ സാധാരണ മനുഷ്യന്റെ ഉത്തരവാദിത്വമാണോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ശ്രീ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ എത്രയോ വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട്. എത്ര വിദേശയാത്രകൾ, എത്ര ദുബായ് സന്ദർശനങ്ങൾ, ഗൾഫ് സന്ദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ യാത്രയിലെല്ലാം അദ്ദേഹം ആരെയൊക്കെ കണ്ടു, കൃത്യമായിട്ട് ഏതെല്ലാം യോഗങ്ങളിൽ പങ്കെടുത്തു, ഇതെന്തായിരുന്നു, ഇത് മുഴുവൻ ഒരു സാധാരണഗതിയിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായി ഭരണം ഭരിക്കുന്ന ആളുകൾക്കും എല്ലാ കാര്യങ്ങളും എപ്പോഴും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രീസിഡൻസ് നിങ്ങളുടെ കാര്യത്തിലും ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വി ഡി സതീശൻ ഇതിനെല്ലാറ്റിനും ഉത്തരം പറയാൻ ബാധ്യസ്ഥൻ. അതിനു മുമ്പുള്ളവർക്ക് ആർക്കും അത്തരം ഉത്തരവാദിത്തങ്ങളില്ല. അവർക്കൊക്കെ സൗകര്യം പോലെ എവിടെയും പോവാം, സൗകര്യം പോലെ ആരെയും കാണാം. പക്ഷെ വി ഡി സതീശനാണ് പോയെങ്കിൽ ഞങ്ങൾ പൂശും, ഞങ്ങൾ അങ്ങനത്തെ തീർത്തുകളെ ഈ വാശി കൊള്ളില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഈ പ്രളയകാലത്ത് അദ്ദേഹം ഇന്ന് പത്തനംതിട്ടയിൽ പോയി അവിടെ സകലയിടത്തും പോയി ആ ക്യാമ്പുകളിലൊക്കെ പോയി ജനങ്ങളെ കണ്ടു, അവരെ ആശ്വസിപ്പിച്ചു. അവർക്ക് ഈ പറഞ്ഞ നന്മകളൊന്നും കാണുന്നില്ലല്ലോ. 4 ലക്ഷം രൂപ ഭവന നിർമ്മാണത്തിന്, നഷ്ടപ്പെട്ട വീടിന് ആ 4 ലക്ഷം രൂപ കൊടുത്തിരുന്ന 6 ലക്ഷമാക്കി വർദ്ധിപ്പിക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ ഒരു സ്ഥലം അടക്കം വാങ്ങി വീട് പണിയാൻ ഇപ്പൊ നിലവിൽ 10 ലക്ഷം കൊടുക്കുന്നത് 13 ലക്ഷമാക്കും എന്ന് പറഞ്ഞു. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ എല്ലാം നഷ്ടപ്പെട്ട വ്യാപാരികളുടെ കാര്യത്തിൽ അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കും. അവർക്ക് സാമ്പത്തിക സഹായം കഴിഞ്ഞ 18-ലും 19-ലും ഉണ്ടായതിൽ അവർക്ക് വായ്പ കൊടുക്കും, പലിശരഹിത വായ്പ കൊടുക്കും എന്നൊക്കെ പറഞ്ഞതല്ലാതെ എന്തെങ്കിലും നിറവേറ്റുമോ? അന്നത്തെ 18-19 വർഷക്കാലത്ത് അത്രയും വലിയ പ്രളയം ഉണ്ടായ സ്ഥലത്ത് വീണ്ടും ഒരിക്കൽ കൂടി അങ്ങനെ പ്രളയം ഉണ്ടാകാതിരിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും പമ്പയാറ്റിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അണക്കെട്ടുകളിലോ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു നടപടി എടുത്തോ? അപ്പൊ ഈ വീഴ്ചകൾ എല്ലായിടത്തും ഉണ്ട്. അതായത് ക്രിസ്ത്യാനികളുടെ ഒരു പ്രാർത്ഥനയുണ്ട്, ഞങ്ങളുടെ പിഴ ഞങ്ങളോട് പൊറുക്കുന്ന പോലെ ഞങ്ങളുടെ പാവം ഞങ്ങളോടും പൊറുക്കണമേ എന്നൊരു പ്രാർത്ഥനയുണ്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയ്ക്ക് പൂർണ്ണമായിട്ട് നിങ്ങൾ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയരാതെ പോയത് കൊണ്ടാണല്ലോ 99-ൽ നിന്ന് 35-ലേക്കായത്. അപ്പൊ സ്വാഭാവികമായിട്ടും വീഴ്ചകൾ ജനങ്ങൾ അംഗീകരിക്കാത്ത, ജനങ്ങൾക്ക് ബോധ്യപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഭരണകാലത്ത് സംഭവിച്ചിട്ടുണ്ട്, നേതാക്കളുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനെല്ലാം ന്യായീകരണങ്ങളുണ്ട്. പക്ഷെ 70 ദിവസം മാത്രം പ്രായമായ സർക്കാരിന് തുടക്കത്തിൽ ചില കാലിടർച്ചകൾ ഉണ്ടായാൽ അതെല്ലാം അതേപടി തന്നെ ഷൂട്ട് അറ്റ് സൈറ്റ് എന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടും സമീപനവും ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്താലും അത് ശരിയല്ല. ശരി, ഓക്കെ, ആ നിരീക്ഷണം താങ്കൾ വെച്ച് ഞാൻ പ്രേംകുമാറിലേക്കാണ് വരുന്നത്. ഒന്നാമത് ഇതൊന്നും ഷൂട്ട് അറ്റ് സൈറ്റ് അല്ല. ഈ താങ്കൾ തന്നെ സമ്മതിച്ചു കാലിടറുന്നുണ്ട്.
ആ കാലിടറുന്നു കേട്ടോ, ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമല്ലേ? അതല്ലേ ഇത്തരം ഡിബേറ്റുകൾ? അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണെന്ന് ധരിക്കുന്നത് തന്നെ എന്തോ ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. ഞാൻ ശ്രീ പ്രേംകുമാറിനോട് ചോദിക്കാൻ വന്നത്, ഒന്ന് അദ്ദേഹം പറഞ്ഞ 70 ദിവസം പ്രായമായ ഒരു സർക്കാരിനെ ഈ വിധം സമീപിക്കാൻ പാടില്ല. 2, വേറെ ആരെയെങ്കിലും ചാരി മാത്രമേ വി ഡി സതീശനെ വിമർശിക്കാൻ കഴിയുന്ന നിലയുള്ളോ? അദ്ദേഹം പറഞ്ഞു. 2, അത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത്. മാത്രമല്ല, ഇവിടുത്തെ ഈ സർക്കാർ വാങ്ങിയിട്ടിരിക്കുന്ന ഹെലികോപ്റ്റർ, അതിന് ചില ലക്ഷ്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട അൺആൻസേർഡായി മറുപടിയില്ലാത്ത നിരവധി ചോദ്യങ്ങൾ നിൽക്കുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ വിദേശത്ത് പോയതുമായി ബന്ധപ്പെട്ട് ഒരു താരതമ്യത്തിലേക്ക് പോയാൽ അത് യുക്തിസഹമാണ് എന്ന് കേട്ടിരുന്ന താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഞാൻ പ്രേമിൻ്റെ ഒരു അവസരത്തിലേക്ക് വരിക. ശരത്തെ, വളരെ സോഫ്റ്റ് ആയിട്ടും വളരെ എന്താ പറയാ വളരെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചു പോകണം തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അത് പലപ്പോഴും നശിപ്പിക്കുന്നത് ഈ പൊടിപ്പാറയനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകൻ എന്ന് എഴുതി വെക്കുകയും ഊള കോൺഗ്രസ് ന്യായം പറയുകയും ചെയ്യുന്ന മാരീച വേഷക്കാർ വരുമ്പോഴാണ് ഇയാളങ്ങടെ അടിച്ചു വിടുകയാണ്. എം എം മണി പണ്ട് സ്ത്രീകൾക്കെതിരെ സംസാരിച്ചപ്പോൾ പ്രേംകുമാർ പറഞ്ഞിട്ടില്ല എന്ന്. താങ്കൾക്ക് എവിടെ നിന്ന് അറിയാഹേ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന്? വെറുതെ തട്ടിവിടുക തന്നെയാണ്. നിങ്ങളെപ്പോലെ തന്നെയാണ് എല്ലാവരും എന്നാണോ വിചാരിക്കണേ? ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നേ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. അല്ല, ഞാൻ എങ്ങനെ പറയണമെന്ന് ഞാൻ തീരുമാനിക്കും. ഞാൻ എങ്ങനെ പറയണം ഞാൻ തീരുമാനിക്കും. വി ഡി സതീശനെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെക്കുക നിങ്ങൾ അങ്ങ് പറയാണ്. നിങ്ങളറിയോ, തൊട്ടടുത്ത 2 പ്രശ്നങ്ങളിൽ, അതായത് ആദ്യത്തെ ദിവസം ഇദ്ദേഹം ഹെലികോപ്റ്ററിൽ വന്നു എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഫേസ്ബുക്കിൽ എഴുതി, എന്താ എഴുതിയെന്നറിയോ? മുഖ്യമന്ത്രി 1 or 2 തവണ ഹെലികോപ്റ്റർ വരുന്നതിൽ ഒരു പെശകും ഇല്ല എന്നാണ്. എവിടെയാ പെശകെന്നറിയോ? അയാൾക്ക് സത്യസന്ധമായി പറഞ്ഞാൽ മതിയായിരുന്നു അമ്മായിയപ്പനെ കാണാൻ വന്നതാണെന്ന്. ഒരു കുഴപ്പമില്ല, ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും, കേരളം സപ്പോർട്ട് ചെയ്യും. എന്റെ ഭാര്യ പിതാവ് സീരിയസ് ആയിട്ട് കിടക്കുകയാണ്, എനിക്ക് പോയി കാണണം, ഞാൻ ഹെലികോപ്റ്റർ എടുത്തു, കേരളത്തിലെ മുഖ്യമന്ത്രി പോകുന്നതിൽ ഒരു പെശകുമില്ല. അതിനിടയിൽ ഇൻവെസ്റ്റർ എന്നുള്ളൊരു പച്ചക്കള്ളം, നട്ടാൽ മുണയ്ക്കാത്ത നുണ പറഞ്ഞു എന്നുള്ളതാണ് പ്രശ്നം. അത് പിന്നെയും കളവാകുന്നത് എങ്ങനെയാണെന്നറിയാം. നമ്മളാരും പറഞ്ഞല്ല, വി ഡി സതീശൻ തന്നെ പറഞ്ഞതാണ് ഇൻവെസ്റ്റർ. ഏതാണ് ഇൻവെസ്റ്റർ എന്ന് ചോദിക്കുമ്പോൾ പറയണത് പറയാൻ പറ്റില്ല. എപ്പോഴാണ് ഇൻവെസ്റ്റർ കണ്ടത്? ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു ഇൻവെസ്റ്റർ കൊച്ചിയിലുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി കാണുകയാണോ മര്യാദ? ഇനി അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഒറ്റയ്ക്കാണോ പോവുക? അവരുടെ കൂടെ ചീഫ് സെക്രട്ടറിയോ ഇൻഡസ്ട്രി സെക്രട്ടറിയോ ഫൈനാൻസ് വേറെ മിനിസ്റ്റേഴ്സ് ആരും ഉണ്ടാവില്ലേ? ഇയാൾ എന്തിനാണ് ഇങ്ങനെ കളവ് പറയുന്നത്? അതുകൊണ്ടാണ് പോയിന്റ് ബ്ലാങ്കിൽ വെടിവെക്കുന്നത്. ഇവിടെ മനീഷ, ഡിവൈഎഫ്ഐയുടെ CPM പ്രതി മനീഷ പറഞ്ഞ വിഷയമുണ്ടല്ലോ, അതിൻ്റെ അകത്ത് എന്റെ അഭിപ്രായം വേറെയായിരുന്നു. ഞാൻ പറഞ്ഞ എന്താണെന്ന് പറയാം, അന്ന് വി ഡി സതീശൻ പറഞ്ഞത് സ്ത്രീ വിരുദ്ധം എന്ന് പറയാൻ പറ്റില്ല, സ്ത്രീവാദ വിരുദ്ധം എന്ന് പറയാമെന്ന. പക്ഷെ ഇന്ന് CP ജോൺ പറഞ്ഞത് ശുദ്ധ സ്ത്രീ വിരുദ്ധതയാണ്. നിങ്ങൾ പറയുന്നത് അതിനേക്കാളും വളിച്ച ന്യായമാണ്. ഒന്നുകിൽ കോൺഗ്രസ്സുകാരനായിട്ട് പറയുക, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകൻ എന്നാണെങ്കിൽ മാധ്യമപ്രവർത്തകൻ പറയുന്ന പോലെ പറയാം. അതാണ് മിനിമം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് പറയാം CP ജോൺ ചെയ്തത് അസംബന്ധമാണെന്ന് പറയാം. പക്ഷേ അല്ല, പാർട്ടി വക്താവല്ല. എന്താ നിങ്ങൾക്ക് സംശയമുണ്ടോ? ഞാൻ പാർട്ടി വക്താവല്ല, ഞാൻ എന്റെ പൊളിറ്റിക്സ് ഓപ്പൺ ആയിട്ട് പറയും. പാർട്ടി വക്താവല്ല, നിങ്ങൾക്ക് സംശയമുണ്ടോ? എന്റെ താഴെ ഇതാണ് വ്യത്യാസം. എന്റെ പേരിന്റെ താഴെ ഇടത് സഹയാത്രികെന്നോ ഇടത് നിരീക്ഷകെന്നോ എഴുതുക. ഞാൻ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ പേരിന്റെ താഴെ മാധ്യമ പ്രവർത്തകൻ എന്ന് എഴുതും. നിങ്ങൾ കോൺഗ്രസിന് വേണ്ടി ന്യായീകരണം ചമയ്ക്കും. ഇതാ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. കോൺഗ്രസിന്റെ മുഴുവൻ മാരീച അവതാരങ്ങളും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നവർ തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഏത് ഇടത് സഹയാത്രികനാണെങ്കിലും സഹയാത്രികൻ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഈ പറഞ്ഞ രീതിയിൽ എനിക്ക് എന്റേതായ വാദങ്ങളുണ്ട്, എന്റേതായ കാഴ്ചപ്പാടുകളുണ്ട്. നിങ്ങൾ കോൺഗ്രസ്സുകാരനാണെന്ന് പറയുന്നേ, നിങ്ങൾ കോൺഗ്രസ് സപ്പോർട്ടർ ആണെന്ന് പറയാനുള്ള സത്യസന്ധത കാണിക്കൂ. നിങ്ങൾ സപ്പോർട്ടർ ആണെന്ന് പറയാനുള്ള സത്യസന്ധത കാണിക്കൂ. പിന്നെന്താണ്? നിങ്ങൾക്ക് പറയാം CP ജോൺ പറഞ്ഞത് അസംബന്ധമാണെന്ന് നിങ്ങൾക്ക് പറയാം. വി ഡി സതീശൻ പറഞ്ഞത് കളവാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങളാണോ തീരുമാനിക്കുക? ഞാൻ പറയുന്നത് എന്റെ മുഖ്യമന്ത്രിയാണ്, ഞാൻ പറയും. അതെ, ഞാൻ പറയും. അപ്പം നിങ്ങൾ എന്നെ പറ്റി കളവ് പറയരുത്. ഞാൻ പണ്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്. എം മണി പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മുകേഷ് രാജിവെക്കണമെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. മരിച്ചുപോയ സഖാവ് ജോസഫൈൻ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പാലായിലെ പള്ളി എന്താ പറയാ, അയാൾ പണ്ഡിതനാണെന്ന് പറഞ്ഞ ശുദ്ധ അസംബന്ധമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അറിയാതെ തട്ടിവിടരുത്, അതാ പറഞ്ഞത്. നിങ്ങൾ തിരുത്തണം. നിങ്ങൾ പറഞ്ഞ തെറ്റാണ്. അങ്ങനെ പറഞ്ഞ ആളല്ല, പറയുന്ന ആളല്ല ഞാൻ. അസംബന്ധം പറയരുത്. താങ്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പറഞ്ഞത് പിൻവലിക്കുന്നു. എനിക്ക് അതിൽ വിരോധമില്ല. പക്ഷെ അറിയാതെ അടിച്ചുവിടരുത്. ആവശ്യമില്ലാതെ വി ഡി സതീശനെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെക്കുകയാണെന്ന് പറയരുത്. ഞാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. ഇപ്പൊ കാണുന്ന ആവേശം ഉണ്ടായില്ല. നിങ്ങളൊരു കാര്യം അറിയോ?
അത് 6 മാസക്കാലം വിമർശിക്കരുത് എന്ന് തന്നെ മോഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ചർച്ചയിലും പറയുന്നതാണ്. പക്ഷെ അതിന് നിങ്ങളുടെ VD സതീശൻ സമ്മതിക്കുന്നില്ലെന്നേ. അയാൾ അമ്മാതിരി വിഡ്ഢിത്തരങ്ങളാണ് ചെയ്യുന്നത്, അമ്മാതിരി കളവാണ് ആ മനുഷ്യൻ പറയുന്നത്. അയാൾക്ക് അതിനുള്ള ആനുകൂല്യം കൊടുക്കണം എന്ന് പറയുന്ന ആളാണ് ഞാൻ. അതിന് അയാൾ സമ്മതിക്കണ്ടേ? പാണക്കാട് തങ്ങളുടെ പരിപാടി മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്യുന്നു, റോസ് ലോഞ്ചിൽ. അവിടുന്ന് 1 മണിക്കൂർ സമയം വേണ്ട വണ്ടൂരിൽ ആളുകൾ മരിച്ചു കിടക്കുന്ന സ്ഥലത്തേക്ക് 1.5 മണിക്കൂർ വേണം കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലേക്ക്. നിങ്ങളുടെ മുഖ്യമന്ത്രി VD സതീശൻ വണ്ടൂരിലേക്കല്ല പോയത്, കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലേക്കാണ് പോയത് ഒരു ഉദ്ഘാടനം നടത്താൻ, ഒരു IT കമ്പനിയുടെ ഉദ്ഘാടനം നടത്താൻ. ഇത് അദ്ദേഹത്തിന് മനുഷ്യപ്പറ്റില്ലാത്തതുകൊണ്ടാണ്, മുഖ്യമന്ത്രിയാണെന്നുള്ള ധാരണ അയാൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. അയാൾ ഇപ്പോഴും പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാവോ ആണെന്ന് പോലും അയാൾക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അയാളോട് ആദ്യം മുഖ്യമന്ത്രിയാണ് നിങ്ങളെന്നൊന്ന് പറഞ്ഞു കൊടുക്കൂ. നിങ്ങൾ പോലും നിങ്ങൾക്ക് പരിചയമുള്ള ആളല്ലേ? പ്രിയപ്പെട്ട VD സതീശൻ, താങ്കൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. നിങ്ങൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഇനി ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് അയാൾ ഇന്നലെ പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഇനി ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയും. ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണോ പ്രശ്നം? ആരാണ് പോയിന്റ് ബ്ലാങ്കിൽ VD സതീശനെ ആക്രമിക്കാൻ വേണ്ടി ആ വീഡിയോയും ഫോട്ടോസും ഷെയർ ചെയ്തത്? പ്രേംകുമാറാണോ, ശരത്താണോ, അവരൊന്ന് CPM-കാരനാണോ? ലീഗിന്റെ നേതാവാ, ബാഫയ്ക്ക് തങ്ങളാണ്. VD സതീശൻ പറയുന്നത് ശരിയാണ്. ഹരിദാസ് ഏട്ടന്റെ വീട്ടിലാണ് പോയത്. പൊന്നാനിയിൽ പോകുമ്പോൾ ഹരിദാസിന്റെ വീട്ടിൽ പോവേണ്ടതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി, ഒരു തർക്കമില്ല. അടുത്ത വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ടതാണ്. പക്ഷെ അത് വലിയൊരു ആഘോഷമാക്കി ആ ഫോട്ടോ മുഴുവൻ ഷെയർ ചെയ്തത് ബാഫയ്ക്ക് തങ്ങളാണ്. കൂടെ ഉണ്ടായിരുന്നത് KP നൗഷാദ് അലി MLA ആണ്. അപ്പൊ ഇവർ രണ്ടുപേരും അല്ലേ VD സതീശനെ കുഴിച്ചടിച്ചത്? അതിന് നിങ്ങൾ ഇടതുപക്ഷത്തിന് കൂടെ നിൽക്കുന്ന ആൾക്കാരെ പറഞ്ഞിട്ട് എന്താണ്? ഇതിലും വലിയൊരു തട്ടിപ്പുകാരാണെന്ന് അറിയോ? ആരാണ് ആഘോഷിച്ചത്? ആരാണ് ഈ സാധനം? അയാൾ പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു, അയാൾ എന്നുള്ള ഞങ്ങൾ വടകരക്കാർ ബഹുമാനത്തോടെ പറയുന്നതാണ്, ക്ഷമിക്കുക. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിക്കുന്ന ചിത്രം ഷെയർ ചെയ്തത് ഹീനമായ നടപടിയാണ്. ഹീനമായ നടപടി ചെയ്തത് ബാഫയ്ക്ക് തങ്ങളും KP നൗഷാദ് അലി MLA-യുമാണ്, ഇടതുപക്ഷക്കാരല്ല. ഇടതുപക്ഷത്തുള്ള ഒരാളും ഇയാൾ എന്ത് ഭക്ഷണം കഴിക്കുന്നു നോക്കാൻ പോയിട്ടില്ല. നിങ്ങളെ കൂടെയുള്ളവർ തന്നെയാണ്. പൊടിപ്പാറ, ഇതിന്റെ കാര്യം എന്താണെന്ന് അറിയോ? ഇതിന്റെ ഞാൻ പറഞ്ഞ പൊടിപ്പാറ, ഞാൻ പറഞ്ഞതിൽ ഏറ്റവും രൂക്ഷമായ സാധനം നിങ്ങൾ ടേക്കപ്പ് ചെയ്തിട്ടില്ല, നിങ്ങൾ തൊട്ടിട്ടില്ല. കോൺഗ്രസിന്റെ MLA-മാരിൽ 95% സപ്പോർട്ട് ഇല്ലാത്ത ഒരാളാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിൽ ഇരിക്കുന്നത് ഇപ്പോൾ. ഇതാണ് പ്രശ്നം. ഈ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് പ്രശ്നം. അതുകൊണ്ടാണ് മുതലാളി വിളിക്കുമ്പോൾ ഇദ്ദേഹം ഓടിപ്പോകുന്നത്, മറന്നു പോകുന്നത്. പ്രേംകുമാർ, ഇനി ഞാൻ ഒറ്റ കാര്യം കൂടെ, അതായത് ഈ KSRTC സൗജന്യം തുടങ്ങിയ സമയത്ത്, പ്രഖ്യാപിച്ച സമയത്ത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ളത് കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ വിപ്ലവം എന്ന് പ്രകീർത്തിച്ചിരുന്ന കേരളത്തിലെ ഭയങ്കര ഫയർ ബ്രാൻഡ് ഫെമിനിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഒരാളിനെ CP ജോണിന്റെ ഈ അപഹാസ്യ പ്രസ്താവനയ്ക്ക് ശേഷം കേരളം കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഒന്നുകൂടെ, ഇദ്ദേഹം ഇവിടെ സ്വകാര്യ ബസ്സുകളുടെ കാര്യം പറഞ്ഞല്ലോ. KSRTC-യിൽ കൊറിയർ സർവീസ് ഉണ്ടായിരുന്നു. ആ കൊറിയർ സർവീസിൽ കൂടി ആ പാശം കൂടി എടുത്തിട്ടായിരുന്നു KSRTC നടന്നിരുന്നത്. CP ജോൺ പ്രൈവറ്റ് ബസ് സർവീസിന് കൊടുത്ത ഒരു ഓഫർ ആയിരുന്നു, നിങ്ങളും കൊറിയർ സർവീസ് നടത്തിക്കോളൂ എന്ന്. ഞാനൊക്കെ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഉണ്ടാവാൻ പോകുന്ന എന്താണ്, പ്രൈവറ്റ് ബസ്സുകൾ കൊറിയർ സർവീസ് കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് നടത്തും, KSRTC-യിലെ കൊറിയർ സർവീസ് നിർത്തേണ്ടി വരുമെന്ന്. ഇന്നലെ സർക്കാരിന്റെ ഓർഡർ വന്നിരിക്കുന്നു. പ്രൈവറ്റ് ബസ്സുകൾ കൊറിയർ സർവീസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ KSRTC-യിലെ കൊറിയർ സർവീസ് നിർത്തിയിരിക്കുന്നു. ഇതാണ് പരിഷ്കാരം. ഇങ്ങനെയാണ് ഭരിക്കുന്നത്. ശരി, ഓക്കെ. ഞാൻ ഇടവേളയിലേക്ക് പോകണം. അതിനു മുമ്പ് ഒന്ന് ചുരുക്കി ശ്രീ പൊടിപ്പാറ, എന്തോന്ന് പറയാൻ വന്നല്ലോ, താങ്കൾക്ക് ഒരു അവസരം വേണമെന്ന് പറഞ്ഞിരുന്നു. ഇല്ല, ഇദ്ദേഹം പറഞ്ഞത്, അതായത് കോൺഗ്രസിനകത്തെ മഹാഭൂരിപക്ഷം MLA-മാരും അല്ലെങ്കിൽ കോൺഗ്രസിനകത്തെ മഹാഭൂരിപക്ഷം കോൺഗ്രസ് KPCC ഭാരവാഹികളും ഇഷ്ടപ്പെടാത്ത ഒരാളെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാക്കി എന്നുള്ളത്. ഇത്തരം കാര്യങ്ങൾ സത്യത്തിൽ പ്രേംകുമാറിനെ പോലെ ഒരാൾ പറയേണ്ട കാര്യമുണ്ടോ? സത്യമല്ലേ? കോൺഗ്രസിന്റെ മാത്രം ആഭ്യന്തര കാര്യമാണത്. ഇത് പട്ടാള ഭരണമല്ലല്ലോ ശ്രീ പൊടിപ്പാറ. നമ്മൾ തന്നെ മാധ്യമങ്ങൾ കൊടുത്ത വിവരങ്ങളല്ലേ അതൊക്കെ, തെളിവ് സഹിതം. അതൊരു റിയാലിറ്റി അല്ലേ? അതൊക്കെ ഒരു ഇഷ്യൂ ആണ്. അത് റിയാലിറ്റി ആകാം, പക്ഷെ സാധാരണ ഒരു മര്യാദയുണ്ട്. അതായത് കേരളത്തിലെ എന്തുകൊണ്ട് AICC-ക്ക് അങ്ങനെ തീരുമാനം എടുക്കേണ്ടി വന്നു? അങ്ങനെയാണെങ്കിൽ അതും കൂടെ പറയണ്ടേ? കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ, ഘടകകക്ഷികളുടെ പിന്തുണ, മഹാഭൂരിപക്ഷം വരുന്ന കേരള സ്വന്തം പാർട്ടിയിലെ പിന്തുണയില്ലായ്മ ഹൈലൈറ്റ് ചെയ്യില്ലേ നിരീക്ഷിക്കുന്ന ആളുകൾ? മന്ത്രിമാരിൽ എത്ര മന്ത്രിമാർപ്പമുണ്ട്, MLA-മാരിൽ എത്രയുണ്ട്? അല്ല, ശരത്ത് ഒരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്. എന്നിട്ടും, അതായത് സ്വന്തം പാർട്ടിയിലെ ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണ ഉണ്ടായിരുന്നില്ല, സ്വന്തം പാർട്ടിയിലെ ഭൂരിപക്ഷ ഓഫീസ് ബെയറേഴ്സിന്റെ പിന്തുണ ഉണ്ടായിരുന്നില്ല, ഹൈക്കമാൻഡിൽ നിന്നുള്ള കേരളത്തിലെ ശക്തനായിട്ടുള്ള, അതായത്
സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി തന്നെ രംഗത്തുണ്ടായിരുന്നിട്ടും വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയെങ്കിൽ അതിന്റെ ഒരൊറ്റ കാരണമേ ഉള്ളൂ, അത് പ്രേംകുമാറിനും അറിയാം, താങ്കൾക്കും Yes, അറിയാം, ഇത് എനിക്കും അറിയാം, ഈ കാഴ്ചപ്പാടിന്റെ രണ്ട് വെർഷനാണ്. ഇപ്പോൾ അത് വി ഡി സതീശന്റെ ഒരു മികവായി ശ്രീ പൊടിപ്പാറ കാണുന്നത് പോലെ തന്നെ വി ഡി സതീശന്റെ ഒരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കലായിട്ടുള്ള ന്യൂനതയാണ്. സ്വന്തം പാർട്ടിയിൽ ഭൂരിപക്ഷമില്ല, സ്വന്തം മന്ത്രിമാരിൽ ഭൂരിപക്ഷമില്ല, MLA-മാരിൽ ഭൂരിപക്ഷമില്ല എന്ന നിരീക്ഷണം അപ്പുറത്ത് പ്രേംകുമാർ അവതരിപ്പിക്കും. അതിലെന്താണ് അപാകത? അല്ലെങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചപ്പാടിന് അല്ല, അതാ പറഞ്ഞേ, താങ്കൾക്കുള്ള പോലെ കാഴ്ചപ്പാട് അദ്ദേഹത്തിനും ഇല്ലേ? താങ്കൾ അത് വി ഡി സതീശന്റെ മികവായി പറയുമ്പോൾ സ്വന്തം പാർട്ടിയിൽ ഒരു ഗ്രിപ്പും ഇല്ലാത്ത മുഖ്യമന്ത്രി എന്ന ഒരു ലേബൽ അദ്ദേഹത്തിനുണ്ട് എന്നത് അതിലെന്തിനാണ് ഇത്ര അസ്വാഭാവികതയില്ല? അത് അദ്ദേഹത്തിന് പോലും ഉണ്ടാവും തോന്നില്ല. ശരി, സ്ഥാപിച്ചെടുക്കാൻ അത് മാത്രമല്ല അത് മാത്രമല്ല, ആ സമയത്ത് കെ.സി. വേണുഗോപാലാണോ വി.ഡി. സതീശനാണോ മുഖ്യമന്ത്രി ആവേണ്ടതെന്ന് എന്നോട് ചോദിച്ചാൽ ഞാനും പറയാം വി.ഡി. സതീശനാണെന്നാണ്. കാരണം പ്രതിപക്ഷത്തെയും ആ സമരം ഇലക്ഷൻ കംപ്ലീറ്റ് നയിച്ചത് വി.ഡി. സതീശനാണ്. പക്ഷെ അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഇല്ലെന്നേ. ഇപ്പൊ അത് മാത്രമല്ല, ഇപ്പൊ പ്രതിപക്ഷത്ത് നിന്ന് പോലും പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രി ആയത് നന്നായി. ഇനി അദ്ദേഹം എങ്ങാനും മുഖ്യമന്ത്രിയാകാതെ മാറി നിന്നിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയാകാതെ പോയ വി ഡി സതീശൻ എന്തോ വേറൊരു വലിയ പ്രതിഭാസമായി വിലയിരുത്തുമായിരുന്നു എന്ന് പ്രതിപക്ഷത്തും കാഴ്ചപ്പാടുണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ. അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. മനീഷ, ഇപ്പോൾ നമുക്ക് ഈ ചർച്ചയുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഈ വിഷയത്തിൽ ഇത്തരമൊരു വലിയ വിമർശനം, പ്രതിഷേധമുയർന്നു, അങ്ങേയറ്റം സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന ഒരു നിലപാട് എടുത്തു. ഇപ്പോൾ പൊടിപ്പാറ തന്നെ പറഞ്ഞ ശുദ്ധ അസംബന്ധമാണ് കാട്ടിയിട്ടുള്ളത്, അങ്ങേയറ്റം അപലപനീയമാണ് എന്ന ഒരു പൊതു കാഴ്ചപ്പാട് CP ജോണിൻ്റെ ഈ പ്രസ്താവനയോടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മന്ത്രിയായി തുടരാൻ അർഹതയുണ്ടോ? എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്? അദ്ദേഹത്തിന് മന്ത്രിയായി തുടരാൻ അർഹതയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരോട് നിരുപാധികം മാപ്പ് പറയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. ഇവിടെ മാധ്യമപ്രവർത്തകൻ പറഞ്ഞു, നിങ്ങൾ കേരളത്തിലെ പുതിയതായി വന്ന സർക്കാരിന് ഒരു ഇൻഫൻറ്റ് ബേബിയാണ്, 78 ദിവസമേ പിന്നിട്ടിട്ടുള്ളൂ, ഒരു ഇൻഫൻറ്റ് ബേബിയാണ്, അതിൻ്റെ പരിഗണന കൊടുക്കണം, പൊറുക്കണം എന്നൊക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു പരിഗണന നമ്മൾ ആര് കൊടുത്താലും കേരളത്തിലെ ജനത കൊടുക്കാൻ ഒരു സാധ്യതയുമില്ല. അതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തി വെടിവെക്കാനൊന്നും കേരളത്തിലെ ജനത തുടങ്ങിയിട്ടില്ല. യഥാർത്ഥത്തിൽ വടി വെട്ടാനേ തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ വിമർശിക്കരുതെന്നാണ് ചോദിക്കുന്നത്. ഞങ്ങൾ എങ്ങനെയാണ് വിമർശിക്കാതിരിക്കേണ്ടത്? ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇരുന്നപ്പോൾ എടുത്ത മുഴുവൻ നിലപാടുകളിലും മലക്കം പറയുന്നു, യൂട്ടേൺ അടിക്കുന്നു, ഒരു നിലപാടുമില്ലാത്തവരായി മാറുമ്പോൾ നമ്മൾ ചോദ്യം ചോദിക്കേണ്ടേ? അത് വി ഡി സതീശനായതുകൊണ്ട് മാത്രം ചോദ്യം ചോദിക്കേണ്ട എന്നാണോ നിലപാട്? PMC അടക്കമുള്ള വിഷയത്തിൽ സംഘപരിവാറിനെതിരെ ഒരു കമാന്നൊരക്ഷരം മിണ്ടാൻ PMC ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് വന്ന പദ്ധതിയാണ് എന്ന് കമാന്നൊരക്ഷരം മിണ്ടാൻ ഈ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം എന്തുകൊണ്ടാണ് കഴിയാതെ പോകുന്നത്? ഞങ്ങൾ മിണ്ടണ്ടേ? എടുത്ത എല്ലാ നിലപാടുകളും, ഹെലികോപ്റ്റർ യാത്രക്കെതിരെ വലിയ നിലപാടെടുത്ത വ്യക്തിയാണല്ലോ ആ വ്യക്തി. ഫാദർ ഇൻ ലോയ്ക്ക് ആപ്പിൾ കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഞങ്ങൾ വിമർശിക്കണ്ടേ? ഇൻവെസ്റ്ററെ കാണാൻ വേണ്ടിയാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ വിമർശിക്കണ്ടേ? ഇൻവെസ്റ്ററെ കാണാൻ വേണ്ടി എന്തിനാണ് രഹസ്യമായി പോകുന്നത് എന്ന് ഞങ്ങൾ ചോദിക്കണ്ടേ? എടുത്ത നിലപാടുകളിലൊക്കെ മലക്കം മറിഞ്ഞ ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ എങ്ങനെ വിമർശിക്കാതിരിക്കാൻ വേണ്ടി കേരളത്തിലെ സാമാന്യം വരുന്ന മനുഷ്യന് കഴിയുക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നോക്കൂ, നമ്മൾക്കറിയാം റോമാ സാമ്രാജ്യം കത്തിയെരിയുമ്പോൾ വീണ വായിക്കുന്ന നീറോ ചക്രവർത്തിയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അതല്ലേ ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി പ്രധാനം ചെയ്യുന്ന മറ്റ് മന്ത്രിമാരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കേരളം ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഉള്ളത്? മഴക്കെടുതിയുടെ ഭാഗമായി വലിയ രീതിയിൽ മനുഷ്യർ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യരുടെ ജീവൻ കൂട്ടിപ്പിടിച്ച് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ആ സാഹചര്യത്തിൽ നമ്മളിതൊക്കെ എങ്ങനെയാ ചർച്ച ചെയ്യാതിരിക്കുക? ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ, സ്ത്രീവിരുദ്ധമായ പ്രസ്താവനകൾ നടത്തുമ്പോൾ, പാട്രിയാർക്കലായിട്ടുള്ള ലോകത്തെയാണ് ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് എന്നൊരു സർക്കാർ, ആ സർക്കാരിന്റെ പ്രതിനിധിയായിട്ടുള്ള മുഖ്യമന്ത്രി, മന്ത്രിമാർ അവർ ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ എങ്ങനെയാ ഞങ്ങൾ ചോദ്യം ചെയ്യാതിരിക്കുക? അപ്പോൾ ഇത് കേവലം ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണേണ്ടതല്ല. ഇതൊരു സർക്കാരിന്റെ വികാരമാണ്, ഇത് സർക്കാരിന്റെ ഭാഷ്യമാണ്, ഇത് ധാർഷ്ട്യത്തിന്റെ ഭാഷ്യമാണ്, ഇത് അധികാര ഹുങ്കിന്റെ ഭാഷ്യമാണ് എന്ന് നമുക്ക് അസന്നിഗ്ധമായി പറയാൻ വേണ്ടി കഴിയണം എന്നുകൂടിയാണ്. ശ്രീ പൊടിപ്പാറ, ഇപ്പോൾ ഇത്രയും നമ്മൾ പല വിഷയങ്ങളിലേക്കുമൊക്കെ ഇതിനിടയിൽ പോയല്ലോ. ഒരു കാര്യം കൂടി താങ്കളോട് ചോദിക്കട്ടെ. ഇപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലോ രാഷ്ട്രീയ നേതാവോ എന്ന നിലയിലോ ഒക്കെ അദ്ദേഹം മാധ്യമങ്ങളെ കടന്നാക്രമിക്കുന്നതിലൊന്നും തരില്ല. പക്ഷേ മുഖ്യമന്ത്രി എന്ന നിലയിൽ നമ്മൾ വാർത്താ സമ്മേളനങ്ങളിൽ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം കുറച്ചുകൂടി അതിന്
മറുപടി പറയാനുള്ള ഒരു സന്മനസ് കാട്ടേണ്ടേ? അവിടെ അദ്ദേഹം അതിനെ മുഴുവൻ ഇവിടെ വന്നിരുന്ന് പ്രസംഗിച്ചോളൂ എന്ന നിലയിലാണ്. ഇവിടെയുണ്ടായ പ്രളയസമാനമായ വലിയ ദുരിതം, മരണം, മലപ്പുറത്തടക്കം ഉണ്ടായ സംഭവം, അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നതിനെയൊക്കെ ക്ലബ് ചെയ്തുകൊണ്ട് വളരെ തൊട്ടടുത്ത് സംഭവിച്ച ഒരു അപകട സ്ഥലത്തേക്ക് കൂടി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പോകേണ്ടതായിരുന്നില്ലേ എന്നതടക്കം ചേർത്ത് മാധ്യമപ്രവർത്തകൻ ചോദിക്കുമ്പോൾ എന്നാൽ ഇവിടെ വന്നിരുന്ന് പ്രസംഗിച്ചോളൂ എന്ന് പറയുന്ന ഒരു ശൈലിയിൽ ഒരു മാറ്റം അദ്ദേഹം വരുത്തണമെന്ന് മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? കാരണം അദ്ദേഹത്തെ അല്ലേ ജനങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ അസസ് ചെയ്യുക. രണ്ട്, ഇന്നിപ്പോൾ ഇതേ ആറന്മുളയിൽ വെച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെ ചില വീഡിയോയിലൂടെ അടക്കം ഇപ്പോഴും പരിഹരിക്കേണ്ട ചില പ്രശ്നങ്ങൾ മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഉടനെ അദ്ദേഹത്തിൻ്റെ മറുപടി കൈരളി കുത്തിത്തിരിപ്പ് നടത്താൻ നോക്കേണ്ട എന്ന രീതിയിൽ പറയുന്നു. യഥാർത്ഥത്തിൽ ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം ഇക്കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ശ്രീ പൊടിപ്പാറയ്ക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ വിമർശനം എന്താണ്? ശരത്തിനറിയാം ഇതിനേക്കാൾ എത്രത്തോളം ജനാധിപത്യപരമായിട്ടും എത്രത്തോളം മാധ്യമ സൗഹൃദപരമായിട്ടാണ് ഇതിനു മുമ്പിരുന്ന മുഖ്യമന്ത്രി പെരുമാറിയിട്ടുള്ളത്. അന്നില്ലാത്തൊരു ധാർമ്മിക രോഷം, അന്നില്ലാത്ത ആ ഒരു വല്ലാത്ത എന്താ പറയുക വിമർശനത്തിനുള്ള ഒരു 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 ത്വര കൈരളി ചാനലിൽ ഉണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ ശരത്തിനുണ്ടാകുമ്പോഴാണ് എനിക്ക് അതിനെ എതിർക്കേണ്ടി വരുന്നതും വിമർശിക്കേണ്ടി വരുന്നതും. ഞാനും ഒരുപാട് ശരത്തിനെ കുറിച്ചും കൈരളിയെ കുറിച്ചും അല്ല, അദ്ദേഹത്തിനെ കുറിച്ച് വലിയ പ്രതീക്ഷയുള്ള മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൽ നിന്ന് താങ്കൾ അത് പ്രതീക്ഷിക്കുന്നുണ്ടോ? വേറെ പ്രശ്നം അത്. ആ ചോദ്യം ഇപ്പൊ ഒരു ട്വിസ്റ്റാണ്. എന്റെ ഞാൻ പറഞ്ഞതിന് താങ്കൾ കാണുന്ന ഒരു ന്യായീകരണം അത്. എന്റെ ചോദ്യം ഇതാണ്: വി ഡി സതീശൻ ശ്രീ പിണറായിക്ക് പഠിക്കുന്നത് ശരിയല്ല എന്ന പക്ഷം എനിക്കുണ്ട്. അതല്ല അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് ഉള്ളതിലും എനിക്ക് യാതൊരു സംശയമില്ല. പക്ഷേ ഇതേ സംഗതി ശ്രീ പിണറായി വിജയൻ ചെയ്യുമ്പോൾ അത് അദ്ദേഹത്തിന്റെ ശൈലിയാണ്, അദ്ദേഹത്തിന്റെ ശരീരഭാഷ എങ്ങനെയാണ്. അതായത് 55 മിനിറ്റ് നേരം പത്രസമ്മേളനം നടത്തിയിട്ട് 5 മിനിറ്റ് ചോദ്യത്തിനെതിരെ ആ 5 മിനിറ്റ് കൈരളിക്കും അതുപോലെ തന്നെ ദേശാഭിമാനിക്കും വിട്ടുകൊടുക്കുക, ബാക്കിയുള്ളവർ മിണുങ്ങസിയ എന്ന് പറഞ്ഞിരുന്ന് പത്രസമ്മേളനം കഴിഞ്ഞ് പുറത്തിറങ്ങി പോരുന്ന കാഴ്ച എത്രയോ നമ്മൾ കണ്ടതാണ്. ഞാൻ തന്നെ എത്രയോ പത്രസമ്മേളനങ്ങളിൽ ഇരുന്നിട്ടുണ്ട്. എത്ര അവസരം കിട്ടിയിട്ടുണ്ടെന്നും ഒരു ചോദ്യം ചോദിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അത് ട്വിസ്റ്റ് ചെയ്യാൻ മറുവശത്തുനിന്ന് എത്ര ചോദ്യങ്ങൾ വരുന്നുവെന്നും അങ്ങനെ സമയം തീർക്കുന്നതൊക്കെ ഈ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള നമുക്ക് അനുഭവം ഉള്ളതാണ്. അതിനൊക്കെ ചില പ്ലാനിങ്സ് ഒക്കെ ഉണ്ട് എല്ലാവർക്കും എന്നുള്ളതും അറിയാം. ഇവിടെ ബോധപൂർവ്വം 5 മിനിറ്റ് മറ്റുള്ളവർക്കൊന്നും ചോദ്യം ചോദിക്കാൻ നിരന്തരം വിശദീകരണം നടത്തിയ കാര്യങ്ങളെ കുറിച്ച് വീണ്ടും വീണ്ടും ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്ന ആവർത്തിച്ച് ചോദിച്ചുകൊണ്ട് അലോസരപ്പെടുത്തുന്ന ഒരു രീതി. ഹെലികോപ്റ്ററിൽ നിക്ഷേപകനെ കാണാനാണ് പോയത് എന്ന് പറഞ്ഞ് അപൂർണമായ ഒരു മുഖ്യമന്ത്രി നിർത്തിയാൽ അതേക്കുറിച്ച് ഉപചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിക്കില്ലേ? അദ്ദേഹം അതിന് മറുപടി, അതായത് തൽക്കാലം നിങ്ങൾ അറിയണ്ട, അതാണ് മറുപടി. അത് ഈ സ്റ്റേറ്റിന്റെ അവകാശപ്പെട്ട ഒരു മറുപടി പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനല്ലേ? ഇതേ മറുപടികൾ എത്ര എണ്ണം താങ്കളുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എല്ലാ ചോദ്യങ്ങൾക്കും ആ കാലത്ത് അതൊക്കെ ചർച്ചയായിട്ടില്ലേ? അതിൽ യോജിപ്പും വിയോജിപ്പും അതിന്റെ വാദപ്രതിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അത് വരുമ്പോ താങ്കൾ ഈ നടത്തുന്ന താരതമ്യം തന്നെ അപക്വമാണെന്നാണ് എൻ്റെ ധാരണ, എൻ്റെ അഭിപ്രായം അതാണ്. കാരണം എന്തെല്ലാമോ പ്രശ്നങ്ങൾ ഇടതുപക്ഷത്തിനുണ്ടെന്നും അതുകൊണ്ടാണ് ജനങ്ങൾ അധികാരത്തിൽ നിന്ന് അവരെ കളഞ്ഞത് എന്നും പറയുന്ന താങ്കൾ പുതിയ ഭരണം വരികയും ആ ഭരണത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സമീപനത്തിൽ ഒരു അപാകതയുണ്ട് എന്ന പ്രശ്നം അവതരിപ്പിക്കുമ്പോൾ താങ്കൾ എത്രമാത്രം ബാലിശമായ താരതമ്യത്തിലേക്കാണ് പോകുന്നത്? ഈ സർക്കാരിൻ്റെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ലേ ഈ കമ്മ്യൂണിക്കേഷൻ? ശരത്തെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് മന്ത്രിസഭാ യോഗങ്ങൾക്ക് ശേഷം എത്രയോ വർഷങ്ങളായിട്ട് എല്ലാ മുഖ്യമന്ത്രിമാരും നടത്തിക്കൊണ്ടിരുന്ന ഒരു പത്രസമ്മേളനം അല്ലെങ്കിൽ ഒരു ബ്രീഫിംഗ് ഉണ്ട്. ആ ബ്രീഫിംഗ് പോലും ഇല്ലാതാക്കിയ 10 വർഷമാണ് കടന്നുപോയത്. അതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരുപാട് വാർത്താ സമ്മേളനങ്ങൾ ചരിത്രത്തിൽ ഇടം പിടിച്ചതും ആ 10 വർഷം ഉണ്ടായിരുന്നു സർ. അതല്ലല്ലോ വിഷയം. ഇവിടെ ഒരു പുതിയ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്ന രീതി മാറ്റണമോ? ശ്രീ പൊടിപ്പാറ, ഞാനിത് പറയുന്നു സർ, ഞാൻ താങ്കളോട് തന്നെയാണ് ചോദിക്കുന്നത്. ഞാൻ മറുപടി പറയട്ടെ. നേരത്തെ ഞാൻ അതിന് മറുപടി പറയാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ 3 പേരുണ്ടല്ലോ, താങ്കളടക്കം 3 പേര് ഇരുന്ന് അതിശക്തമായിട്ട് വാദമുഖങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിനൊരു മറുവാദം അല്ലെങ്കിൽ ബദൽ പറയാൻ ശ്രമിക്കുമ്പോൾ അത് എത്ര കണ്ട് പറയിപ്പിക്കാതിരിക്കുക എന്നുള്ളതിൽ ഒരു ജനാധിപത്യപരമായ ചർച്ച എന്ന് പറയുന്നത് ഇത് കേൾക്കാനും ഉൾക്കൊള്ളാനും, അതായത് നിങ്ങൾ എന്താ പറയാ തുറന്ന ചർച്ചയാണ്, ഒരു നല്ല ചർച്ചയാണെന്നുണ്ടെങ്കിൽ നല്ല ലിസണർ കൂടി ആവണം.
അതാവുന്നില്ല എന്നുള്ളതാണ് എന്റെ പരാതി. പോട്ടെ, അത് നിങ്ങൾക്ക് ചാനലിന് ചില താല്പര്യങ്ങളുണ്ടാകാം. ഈ പറഞ്ഞതെല്ലാം വിളിച്ചതും താങ്കളാണ്, അതെല്ലാം അതിനൊക്കെ ഏറി ആകാം പോയിട്ടുണ്ട്, എന്നുള്ളത് ഞാൻ പ്രേക്ഷകർ തിരിച്ചറിയുന്നു. കേൾക്കുകയാണ്, ഇതിനൊന്നും അതായത് തടസ്സപ്പെടുത്തിയിട്ടില്ല. താങ്കൾ ഞാൻ പറഞ്ഞോളൂ, പറയുന്നത് പോയിന്റിലേക്ക് ഇത്രയേ വരും, ഉള്ളൂ. നമുക്ക് വി ചർച്ച ഡി അവസാനിപ്പിക്കാം. സതീശന് അതായത് ഓരോ തവണയും ഈ 50 മിനിറ്റ് 40 മിനിറ്റോളം ഓരോ മന്ത്രിസഭാ യോഗത്തിന് ശേഷം അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്നുണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും. പക്ഷെ എപ്പോഴും ഈ രീതിയിൽ പ്രകോപനപരമായ രീതിയിൽ ചില ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. ഒരുപക്ഷെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ കുറച്ചുകൂടി പക്വത അദ്ദേഹത്തിന് കാണിക്കാം, കുറച്ചുകൂടി അതിനോട് എന്താ പറയാ, പണ്ട് ഉമ്മൻചാണ്ടിയൊക്കെ ചെയ്ത പോലെ ചില കാര്യങ്ങളോട് കുറച്ച് തന്ത്രപരമായിട്ട് ഇഷ്ടമില്ലാത്ത ചോദ്യം വരുമ്പോ എന്ന് പറഞ്ഞ് ചെവി കുത്തിപ്പിടിക്കുന്ന, കേട്ടിട്ട് കേൾക്കാതെ നടിച്ച് ഇങ്ങനെ ലാഘവത്തിൽ കളയുന്ന ആ ഒരു സമീപനം വി ഡി സതീശന്റെ ഭാഗത്തുനിന്ന് ഇല്ല. അദ്ദേഹം ഡയറക്റ്റ് ആയിട്ട് പ്രതികരിക്കുന്നു, പച്ചയായ മനുഷ്യനായിട്ട് പ്രതികരിക്കുന്നു. മുഖ്യമന്ത്രി കുറച്ചുകൂടെ ഡിപ്ലോമാറ്റിക് ആവുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന് നല്ലതായിരിക്കാം. നിങ്ങളെ പോലുള്ളവരുടെ ആക്രമണ വീര്യം കുറയ്ക്കാൻ അത് അദ്ദേഹത്തെ സഹായിക്കും. അത് അദ്ദേഹം എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിച്ചാൽ അദ്ദേഹത്തിന് തന്നെയാണ് കുറച്ചുകൂടി നന്നാവുക എന്ന് പറയാനാണ് എനിക്ക് ഞാൻ ഇത്രേ ചോദിച്ചുള്ളൂ. പ്രേംകുമാറിന്റെ കൂടി ഒരു ചെറിയ റെസ്പോൺസ് എടുത്തുകൊണ്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ഞാൻ പൊടിപ്പാറ പറഞ്ഞു നിർത്തിയെടുത്ത് തന്നെ പറയാണ്. ഇപ്പം കുറച്ചു ദിവസമായിട്ട് കാണാത്ത PV അൻവറിനെ സ്മരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ വിചാരിക്കാം. PV അൻവർ പറഞ്ഞത് VD സതീശനാണ് കേരളത്തിലെ ഏറ്റവും വലിയ പിണറായിസ്റ്റ് എന്നാണ്. കാരണം രണ്ടാം LDF സർക്കാരിന്റെ പെർഫോമൻസിലും മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങളിലും ഒക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് CPM-ന്റെ മെമ്പർമാരും അനുയായികളുമായിട്ടുള്ള ആളുകൾ പോലും പറയുകയും അത്തരം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് തന്നെ വെറും 70 ദിവസം കൊണ്ട് ഇതിനേക്കാൾ എത്രയോ ഭേദം കഴിഞ്ഞ സർക്കാരായിരുന്നു, മുഖ്യമന്ത്രി ആയിരുന്നു എന്ന് സാധാരണക്കാരായ മനുഷ്യന്മാരെ കൊണ്ട് പോലും പറയിപ്പിച്ചു എന്നുള്ളതാണ് VD സതീശന് ഏറ്റവും വലിയ ക്രെഡിറ്റ്. ഞാൻ പണ്ടും പലവട്ടം പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു VD സതീശൻ എന്നുള്ളത് ഏറ്റവും വലിയ പിണറായിസ്റ്റ് ആണ് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഭരണം ഗംഭീരമായിരുന്നു ആളുകളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഈ ദിവസങ്ങളിലുള്ള VD സതീശന്റെ പ്രതികരണങ്ങളിലൂടെ, ഇടപെടലുകളിലൂടെ, ഉരുണ്ടുകളിയിലൂടെ ആളുകൾക്ക് ബോധ്യമാകുന്നു. ഏതായാലും വളരെ സജീവമാണ് ഒരു സർക്കാർ, അതിൻ്റെ തുടക്കകാലമാണ്, ദിവസങ്ങളാണ് എന്ന ഒരു ധാരണ പോലും നൽകാതെയാണ് സർക്കാർ ഓരോ ദിവസവും അതിലെ മുഖ്യമന്ത്രിയാവട്ടെ മന്ത്രിമാരാവട്ടെ ഓരോരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നത്, വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത്, അതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ വലിയ തോതിൽ അസ്വസ്ഥരാകുന്നത്. അത് ആ രീതിയിൽ ഓരോ ദിവസവും പുതിയ പുതിയ സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തു ചെയ്താലും എന്തു പറഞ്ഞാലും അത് വിവാദവും വിമർശനവും ക്ഷണിച്ചു വരുത്തുന്ന നിലയിലൂടെ ഏതാണ്ടൊരു തുടക്കം മുതൽ തന്നെ ദിശ തെറ്റിപ്പോയ നില ഉണ്ട് ഈ സർക്കാരിന് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തും വിധത്തിലേക്ക് വിഷയങ്ങളെ സമീപിക്കുന്നു. മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും CP ജോൺ ആയാലും അത് ഷിബു ബേബി ജോൺ ആയാലും ഷംസുദ്ദീൻ ആയാലും അതുപോലെ തന്നെ സർവോപരി മുഖ്യമന്ത്രിയായാലും എന്നുള്ളതാണ് ഓരോ വിഷയത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചർച്ചകൾ കൂടുതൽ സജീവമാവുകയും ചെയ്യുന്നു.